കുറച്ച് വലിയ മോലാളിയാ, ഇയാള് കുറച്ച് സാധുവാ. പല്ലെടുക്കാൻ ഔഷാദ് പൈസ തരാന്ന് പറഞ്ഞോളൂ, വെക്കാനുള്ള പൈസ തന്നാ മതിയാറും. അതിൽ മൂപ്പരെടുത്ത വൈക്കുവന്തരെ വെക്കാല്ല ഇന്നെ കണ്ടിട്ടാണ് പല്ലെടുക്കണു വെച്ചെങ്കിൽ എന്റെ തൊണ്ണ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുമാതിരി ഏപ്പിനെ കണ്ടിട്ടാണ് ഈ കുട്ടികൾ പാട്ട് പാടിയിരിക്കണെച്ചെങ്കിൽ ഇവർക്ക് പാടിയിരിക്കാനുള്ള ഗതി തന്നെ ഉണ്ടാവുള്ളൂ. ഒരിക്കലും പള്ളി വരുന്നരുതി, ഷെയറെ മുബാറക്ക് മസ്ജിദ് വരുന്നരുതി ഈ കുട്ടികൾ ഈ പാട്ട് നിർത്തുന്നില്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാണ് അല്ലേ? മൂപ്പരെ കണ്ടൊക്കെ പാടിയാലേ പറഞ്ഞോര് മുഴുവൻ നിർത്തിക്കണം, ഇപ്പോഴും കുട്ടികൾ പാടുക. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ഇതാണ് പാവം, ഇതിങ്ങനെ അന്തമുട്ട് നടക്കുകയാണ്. നമ്മളെ നാട്ടിലൊരു ഓട്ടോറിക്ഷക്കാരൻ ഇപ്പൊ അടുത്താണ് മൂപ്പരെ ഇത് മാറ്റിയത്. നമ്മളെ നാട്ടിലെ ഒരു ഓട്ടോറിക്ഷക്കാരൻ ഇപ്പൊ കുറച്ച് ദിവസം മുമ്പാണ് അദ്ദേഹത്തിന്റെ എന്ത് മാറ്റിയത്, അദ്ദേഹത്തിന്റെ ഈ മറ്റേ ഓട്ടോറിക്ഷമുള്ള ഫോട്ടോ മാറ്റിയത്. ഓട്ടോറിക്ഷ അത്രയും കാലം അദ്ദേഹത്തിന്റെ ഓട്ടോറിക്ഷ ഞങ്ങളിങ്ങനെ അവിടെ ഞങ്ങളെ ബാക്കിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഓട്ടോറിക്ഷ നമ്മളെ മുമ്പിൽ ഇങ്ങനെ കൊടുന്നു നിർത്തും. കൊടുന്നിങ്ങനെ നിർത്തുമ്പോൾ എന്താ അതിന്റെ സൈഡിൽ വലിയ ഫോട്ടോ, എന്തിന്റെ ആ വലിയ ഓട്ടോറിക്ഷ ഉണ്ടല്ലോ, നമ്മൾ ചെറിയ ഓട്ടോറിക്ഷ കാറിനേക്കായും വലിയൊരു ഓട്ടോറിക്ഷ ഇറങ്ങിക്കൊണ്ടത് വലിയ ഒരു സാധനം, പഴയ ഓട്ടോറിക്ഷയ്ക്ക് ബദലായിട്ട് അതിമ ഫുള്ളായിട്ട് സൈഡ് മുഴുവൻ ഒരു ഫോട്ടോ നമ്മളെ മുമ്പിൽ ഇങ്ങനെ കൊടുന്നു നിർത്തും കളിയാക്കാനേ, ഷെയറെ മുബാറക്ക് മസ്ജിദ് പറഞ്ഞിട്ടേ. ഇങ്ങനെ നമ്മൾ എന്തൊക്കെ കണ്ടതാ അല്ലേ? കുട്ടികളിങ്ങനെ എത്രയാണ് ഇവരിങ്ങനെ ഇനിയിപ്പോ നമ്മളിങ്ങനെ ഇവിടെ ഇപ്പൊ പള്ളിക്കൊക്കെ തിരക്കല്ലേ, അപ്പൊ എന്ത് അല്ല ഇനിയിപ്പോ 25,000 ആൾക്കാർക്ക് നിസ്കരിക്കേണ്ട പള്ളി ഇപ്പൊ കോഴിക്കോട് വന്നാൽ പിന്നെ ജുമാ അങ്ങോട്ടാക്കാലോ ഇങ്ങനെ സ്വപ്നം കണ്ട് നിൽക്കുകയായിരുന്നു ഈ കൂട്ടർ. അനങ്ങിയ കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്നു. എവിടുക്കാന്ന് വെച്ചാൽ ഇപ്പൊ കോഴിക്കോട്ടേക്ക് ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞപ്പോ കോഴിക്കോട്ടേക്ക് പോകേണ്ടി വരും വെള്ളിയാഴ്ച. കാരണം 25,000 ആളൊരു സൊഫിലല്ലേ, 25,000 ആളൊരു സൊഫിലല്ലേ നിൽക്കേണ്ടത്. ലോകത്തുനിന്ന് മുഴുവൻ ആൾക്കാരങ്ങോട്ട് പോകേണ്ടി വരുമല്ലോ. കോഴിക്കോട് അങ്ങാടിയിലേ ഇതൊക്കെ എത്ര കാലങ്ങൾ പ്രസംഗിച്ചതാണ്. ഇന്നെന്തായി സ്ഥിതി? ഷെയർ മുബാറക്ക് മസ്ജിദ് എന്നൊരു പള്ളി അവിടെ വരൂല എന്ന് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങൾ ഞങ്ങളെ കളിയാക്കി. അന്ന് ഈ ചോദ്യം ചോദിച്ചു, വന്നാ എന്താ കാട്ടു വെച്ചു. വന്നാൽ ഞങ്ങൾ പറയുന്ന പരിപാടി ഞങ്ങൾ എടുക്കാറുണ്ട്. എ.പി. അബൂബക്കറുടെ ഒരു പേരെന്നെ ഞങ്ങൾ മാറ്റിയായിരുന്നു. ഇന്ന പേര് ഞങ്ങൾ മാറ്റിയായിരുന്നു. ഇന്ന് മാറ്റിയ പള്ളി ഉണ്ടാക്കണ്ടേ? കോഴിക്കോട് അങ്ങാടിയിൽ ഈ 40 കോടി രൂപയുടെ ഒരു പള്ളി, നിങ്ങൾ എഴുതിയ പുസ്തകം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മളെ കയ്യിൽ എപ്പോഴും ഉണ്ട്. ഇതാ കോഴിക്കോട് അങ്ങാടിയിൽ ആളുകൾക്ക് നിസ്കരിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അവിടെ ഷെയറെ മുബാറക്ക് മസ്ജിദ് എന്ന ഒരു പള്ളിക്ക് അല്ലേ, കോഴിക്കോട് അങ്ങാടിയിൽ ആളുകൾക്ക് നിസ്കരിക്കാൻ ഇത് പറഞ്ഞിട്ടാ. ഇവിടൊക്കെ നിങ്ങൾ കുടുങ്ങിയപ്പോ ഇപ്പൊ നിങ്ങൾക്ക് തർക്കം വേണ്ട, ഇതൊക്കെ നിങ്ങൾ പറഞ്ഞതാ. എന്തൊക്കെയായിരുന്നു നിങ്ങൾ ഇവിടെ, പിന്നെ എന്തൊക്കെ സംഭവമായിരുന്നു? നിങ്ങൾക്ക് പുതിയൊരു പ്രസംഗം കേൾക്കണം, അതാണ് ഏറ്റവും വലിയ രസം. ഇന്നിപ്പോ ഇനി ചർച്ചയൊക്കെപ്പാടെ ഒരുമിച്ചാക്കല്ലേ. മർക്കസിൽ മുടി കാണിച്ചു കൊടുക്കുന്ന രംഗം ഒന്ന് കേൾക്കണം നിങ്ങൾക്ക്, അതൊന്ന് കേട്ടുനോക്കും. അതിൽ എ.പി. പ്രസംഗിച്ച പ്രസംഗം അവരവിടെ ഒരാൾക്കും പോറലേൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അച്ചടക്കത്തോടെ നാം വന്ന് വളരെ പെട്ടെന്ന് കണ്ട് പോകണമെന്ന് ഉണർത്തുന്നു. അർഹമർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്ന, അവിടുത്തെ കുടുംബത്തെ സ്നേഹിക്കുന്ന, അവിടുത്തെ അനന്തരക്കാരായ ആലിമീങ്ങളെ സ്നേഹിക്കുന്ന, അവിടുത്തെ ഉമ്മത്തിനെ സ്നേഹിക്കുന്ന ആളുകളിൽ നിന്ന് എല്ലാവരെയും ഉൾപ്പെടുത്തി തീർമാറാകട്ടെ. ഇനി രണ്ടാമത് നിങ്ങളുടെ സ്നേഹപ്രകടനം കാണേണ്ടത് വരുന്ന 19-ാം തീയതി കടപ്പുറം നിറച്ചുകൊണ്ടാണ് എന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ എല്ലാവരും ഒരു ശബ്ദവുമില്ലാതെ വളരെ സമാധാനപരമായി നടക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത വലിയ നിഅമത്താണ് ഈ കാര്യമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം അവിടുത്തെ മുഅ്ജിസത്ത് ബാക്കിയായ ആ മുഅ്ജിസത്തിൽപ്പെട്ട ഒരു മുഅ്ജിസത്താണ്. ബാക്കിയായ മുഅ്ജിസത്തെ വഫാത്തിന് ശേഷം മുഅ്ജിസത്ത് ബാക്കിയാവൂല മറ്റാള് ഇത് കേക്ക്. എല്ലാവരും ഒരു ശബ്ദവുമില്ലാതെ വളരെ സമാധാനപരമായി നടക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത വലിയ നിഅമത്താണ് ഈ കാര്യമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം അവിടുത്തെ മുഅ്ജിസത്ത് ബാക്കിയായ
ആ മുഅ്ജിസത്തിൽപ്പെട്ട ഒരു മുഅ്ജിസത്താണ്. ഉറഫഅനാലക ദിക്റക എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ആയത്തിന്റെ സാക്ഷാത്കാരവുമാണ്. ലോകത്ത് ആര് തന്നെ എതിർത്താലും, ആര് തന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചാലും, ആര് തന്നെ എന്ത് ഭേദഗതി കൊണ്ടുവരാൻ ശ്രമിച്ചാലും അതൊന്നും സാധിക്കാത്ത വിധം അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള മഹബ്ബത്ത് വെക്കുന്ന മുഹിബ്ബീങ്ങളെ അള്ളാഹു തആല വർദ്ധിപ്പിക്കുമെന്നതിന്റെ വ്യക്തമായ പ്രകടമായ അടയാളമാണ് ഈ ആൾക്കൂട്ടം എന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഇവിടെ വേറെ ഒന്നും കാണാനില്ല, അത്ഭുത വസ്തുക്കളില്ല. അള്ളാഹുവിന്റെ ഹബീബിന്റെ ഷഅർ മുബാറക്ക് കാണുകയും അത് ഇട്ടിട്ടുള്ള വെള്ളം ലഭിക്കുകയും ഇത് മാത്രമാണ് എല്ലാവരുടെയും ലക്ഷ്യം. അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള മഹബ്ബത്ത് അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അള്ളാഹു അവിടുത്തെ എല്ലാവിധ ഗുണങ്ങളും നമുക്ക് നൽകുമാറാകട്ടെ. റഹ്മാനുറഹീമായ അള്ളാഹ്, ഈ ജനങ്ങളിൽ ഒരുപാട് രോഗികളുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും രോഗം നീ ശിഫയാക്കണേ അള്ളാഹ്. ബന്ധപ്പെട്ടവരുടെ രോഗം ശിഫയാക്കണേ അള്ളാഹ്. കടം ഉള്ളവർ ധാരാളമുണ്ട്, അവരുടെ കടങ്ങളെല്ലാം വീട്ടണം റഹ്മാനെ. മർക്കസിന് ധാരാളം കടമുണ്ട്, ഞങ്ങളെ മറ്റ് സ്ഥാപനങ്ങൾക്ക് കടമുണ്ട്. ഈ കടങ്ങളെല്ലാം നീ വീട്ടിത്തരണം റഹ്മാനെ, വീട്ടിത്തരണം റഹ്മാനെ. അർഹമുർ-റഹീമേ, ഈ പരിപാടിക്ക് വേണ്ടി ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാ മുഅ്മിനീങ്ങളുടെയും എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും നീ സാധിപ്പിക്കണം റഹ്മാനെ. ഇവിടെ വരാത്ത ഞങ്ങളെ ഭാര്യമാരും ഉമ്മമാരും സഹോദരിമാരും വീടുകളിലുണ്ട്, അവർക്കും ഈ സദസ്സിന്റെ പുണ്യം നൽകണം റഹ്മാനെ. റസൂലുള്ളാഹിന്റെ മുഹിബ്ബീങ്ങളിൽ അവരെയും ഞങ്ങളെയും പെടുത്തണം റഹ്മാനെ. നമുക്ക് വേണ്ടി എത്രയോ സഹായം ഈ പരിപാടിക്ക് വേണ്ടിയല്ല, നമ്മുടെ മർക്കസിന്റെ പ്രവർത്തനത്തിന് വേണ്ടി, നോളജ് സിറ്റിക്ക് വേണ്ടി, യതീമക്കളെ വളർത്തുന്നതിന് വേണ്ടി, മറ്റു മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ, വസ്ത്രം കൊടുക്കാൻ, ഇങ്ങനെ എല്ലാ നാട്ടിൽ നിന്നും സഹായിക്കുന്നു. സൗദി അറേബ്യയിലുള്ള പ്രവർത്തകർ, അതുപോലെ കുവൈറ്റിലുള്ള പ്രവർത്തകർ, ഖത്തർ, ബഹ്റൈൻ, UAE, ഒമാൻ തുടങ്ങിയ നാടുകളിൽ രാജ്യങ്ങളിലെല്ലാമുള്ള പ്രവർത്തകർ ആയിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ ഞങ്ങളെ സ്ഥാപനങ്ങളെല്ലാം സഹായിക്കുന്നവരുണ്ട്. അവർക്കതിന്റെ പ്രതിഫലമായി ഒന്നും ഞങ്ങൾ കൊടുക്കുന്നില്ല, ദുആ മാത്രമാണ് ഉള്ളത്. അവരുടെ പ്രതിഫലം കൊടുക്കുന്നവൻ നീയാണ് അല്ലാഹ്. അവരുടെ എല്ലാ ഖൈറായ ഹലാലായ ഉദ്ദേശങ്ങളും സാധിപ്പിച്ചു കൊടുക്കണം റഹ്മാനെ. നേരം വെളുക്കുന്നതിന്റെ മുമ്പ് കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയും കാസർഗോഡും തമിഴ്നാട്ടിലും പല നാടുകളിലുമുള്ള ആളുകൾ, അതുപോലെ മംഗലാപുരത്ത് കർണാടക സ്റ്റേറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ അവരെല്ലാവരും ഇവിടെ വാളുണ്ടോ എല്ലാം അങ്ങോട്ട് വരികള് അപ്പളല്ലേ ഇപ്പൊ മനസ്സിലായോ? ഞങ്ങള് KP ഉസ്താദിന്റെയും കൂടെയാണ്, പൊന്മള ഉസ്താദിന്റെയും കൂടെയാണ്, ഞങ്ങളെ ഉമ്മാന്റെയും കൂടെയാണ്, വാപ്പാന്റെയും കൂടെയാണ്. ഞങ്ങളെ ഉമ്മ പറഞ്ഞതും ശരിയാണ്, ഞങ്ങളുടെ വാപ്പ പറഞ്ഞതും ശരിയാണ്. ഇത് രണ്ടും തിരിയാത്ത പടുവിട്ടികളാണ് ഈ SK-ക്കാരെന്ന് പറഞ്ഞിട്ട് ഒച്ചപ്പാടുണ്ടാക്കി നടക്കുന്ന ഈ ജാഹിലീങ്ങൾ എന്ന് പറയേണ്ടി വന്നതിൽ ഖേദമുണ്ട്. അതിലെല്ലാരെയും ഉദ്ദേശിച്ചല്ല ഞാൻ പറയുന്നത് എന്ന് ഞാൻ ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയും. മനസ്സിലായപ്പോ അസുരനെ മൈക്കെടുത്തോളൂ. നിങ്ങളുടെ ഈ രണ്ട് തോണിയിട്ട് കാലിട്ട് ഈ പോണ പോക്കുണ്ടല്ലോ, കാല് കീറിപ്പോവും. അതാദ്യം ആലോചിച്ചോളൂ നിങ്ങൾ. അത് ആയിക്കോട്ടെ. ഞങ്ങളെ കാറ്റ് കീറിയാലും അതിന്റെ ഇടക്കുള്ളത് അവിടെ ഉണ്ടാവുമല്ലോ. നിങ്ങളെ ഇടക്കുള്ളത് ഇപ്പൊ പോയല്ലോ, അതാണ് ഇപ്പൊ നിങ്ങൾക്ക് സംഭവിച്ചത് കേട്ടാ. അതാണ് അതിനുള്ള മറുപടി. ഇപ്പൊ തൽക്കാലം മനസ്സിലായില്ലേ? 800 റുപ്യൊക്കെ ഉണ്ടാക്കി വിൽക്കാൻ കൊടുത്തപ്പോഴേ നിങ്ങളെ കാല് കീറല്ല, ഇത് അതിന്റെ ഇടക്കുള്ളതും പോയി കളഞ്ഞിക്കണം. അതാണ് നിങ്ങൾക്കുള്ള അവസ്ഥ എന്ന് നിങ്ങൾ ചിന്തിച്ചോളൂ. തൽക്കാലം ഞാനിപ്പോ എന്ത് ചെയ്തു, ഇപ്പോ
തൽക്കാലല്ല ഞാൻ അത് എന്ത് ചെയ്യണം, സമയം പാടായതുകൊണ്ടാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എനിക്ക് ഇനിയും ഇരിക്കാന്നൊക്കെ ആഗ്രഹമുണ്ട്. കാരണം ഒരുപാട് ആളുകളുടെ തെറ്റിദ്ധാരണകൾ നമുക്ക് തീർക്കാൻ കഴിയുന്നുണ്ടല്ലോ എന്നുള്ള നിലക്ക് ആ സന്തോഷത്തിൽ ഞാൻ വിവരമുള്ള ആളായിട്ട് എല്ലാവരും തെറ്റിദ്ധരിക്കരുത്. പക്ഷെ നമ്മുടെ ഉസ്താദുമാരെ പറഞ്ഞതിനെയും ഉസ്താദുമാരുടെ വാക്കുകളെയും എല്ലാം ദുർവ്യാഖ്യാനം ചെയ്ത് സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇത്തരം ഈ ഹീനമായ കുതന്ത്രം അത് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നതിൽ വലിയ താല്പര്യമുണ്ട്, ആഗ്രഹമുണ്ട്. പക്ഷെ സമയം അത് അനുവദിക്കാത്തത് കൊണ്ടാണ്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് നാളെയും തുടരാം. ഞാനിപ്പോ ഈ പറഞ്ഞ വിഷയം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഞാൻ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഉദ്ദേശിച്ചാണ് ഞാൻ പറയുന്നത്. മനസ്സിലായോ സുഹൃത്തുക്കളെ? അല്ലാതെ പൊന്മൾ ഉസ്താദ് പറഞ്ഞെന്താണ്, ഇതിവിടെ നിഷേധിക്കുകയാണല്ലോ. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഇവിടെ നിഷേധിക്കുകയാണ് ഒരു കൂട്ടര്. പറയണ്ട, തർക്കമില്ലാത്ത ഒന്നാണല്ലോ എന്ത്, തർക്കമില്ലാത്ത ഒന്നാണല്ലോ ഇപ്പോ എന്ത് ഇവരവാസ്യം തന്നെ പറയാ, തർക്കമില്ലാത്ത ഒന്നാണെന്ത് പിന്നെ വെല്ലൂരിലെ മുടി. ശരി, അതൊരു കൂട്ടർ നിഷേധിക്കുന്നുണ്ട്. ആര് ജമാഅത്തെ ഇസ്ലാമിക്കാരും നിഷേധിക്കുന്നുണ്ട്, പിന്നെ മുജാഹിദുകളും നിഷേധിക്കുന്നുണ്ട്. എന്നാൽ അവര് ഇതേ ചോദ്യം എന്ത് ചെയ്യാണ്, ആ വഹാബികൾക്ക് നിഷേധിക്കുന്നുണ്ട്. അവര് ഇതേ ചോദ്യം എസ്കേക്കാരോട് ചോദിക്കുകയാണ്. ശരി, നിങ്ങൾ കത്തിച്ചാ കത്തൂല എന്ന് നിങ്ങൾ പറയുന്നു, ന്യായമുണ്ടാവില്ല നിങ്ങൾ പറയുന്നു, അതൊന്ന് കാണിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ അവർക്ക് പറയാൻ കഴിയുക? എന്താ പറയാൻ കഴിയുക? ആ പോരെ ഞങ്ങൾ കാണിച്ചു തരാമെന്ന് പറയാൻ ഞങ്ങളെയൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ കാണിച്ചു കൊടുക്കും. ഉണ്ട്, ഞങ്ങളെയൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ കാണിച്ചു കൊടുക്കും. ഞങ്ങളെയൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ കാണിച്ചു കൊടുക്കും. നിഷേധിയുടെ മുമ്പിൽ അള്ളാന്റെ റസൂലിന്റെ മോചിതത്തായിട്ട് തത്തുല്യമായി ഒന്ന് കൊണ്ടുവരാൻ പറ്റാത്ത വിധം അവർക്ക് കാണിച്ചു കൊടുക്കാൻ, പ്രകടിപ്പിക്കാൻ അള്ളാന്റെ റസൂലിന്റെ മുറിയാത്ത മോചിതത്തായി നിലനിൽക്കുന്നത് ഖുർആൻ മാത്രമുള്ളൂ. അപ്പൊ ഇപ്പൊ പറഞ്ഞോ, ഇപ്പൊ മർക്കസിലെ ആളുകൾ നിങ്ങള് അങ്ങനെ പറഞ്ഞു പറഞ്ഞ മർക്കസിലെ ആളുകൾ ഇപ്പൊ അവിടെ തടിച്ചുകൂടിയതും കൂടി റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം ബാക്കിയായ മൊയ്ജിദത്താന്ന് എത്തി പറഞ്ഞത്. മർക്കസിലെ ആളുകൾ വരുന്നതും കൂടി റസൂലുള്ളാഹിന്റെ ബാക്കിയായ മൊയ്ജിദത്താന്ന് തേറ്റി പറഞ്ഞ് നാവ് മൂപ്പരെ തൊള്ളി കിട്ടിട്ടില്ല. അപ്പത്തിനാണ് നിങ്ങൾ ഈ സംഭവങ്ങളെ നാവ് പുറത്തുക്കുന്നത്. ഇമാമിങ്ങളുടെ വല്ല ഉദ്ധരണിയും വല്ല ഇബാറത്തും കൊണ്ടുവരാൻ ചെലാരി വിഭാഗത്തിലുള്ള മുഴുവൻ അതിന്റെ താഴെ തല തൊട്ട് അതിന്റെ മേലെ തല വരെയുള്ള മുഴുവൻ പേരും ഒത്തുചേർന്നാൽ പോലും സാധ്യമല്ല. മനസ്സിലായെങ്കിൽ അപ്പൊ ഞങ്ങളെ ഉസ്താദുമാര് പൊന്മൾ ഉസ്താദ് പറഞ്ഞത് ശരിയാണ്, കാന്തപുരം ഉസ്താദ് പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഇതൊരു നിഷേധിയുടെ മുമ്പിൽ പ്രകടിപ്പിക്കാൻ പറ്റുന്നതല്ല. ഇതാണ് പറഞ്ഞത്. ഇപ്പൊ എല്ലാവർക്കും സുഹൃത്തുക്കളെ തിരിഞ്ഞോ? കാര്യം തിരിഞ്ഞോ? ഇയാൾ രാവിലെ മുതൽ തുടങ്ങിയ കാര്യം തിരിഞ്ഞു. എങ്ങനെ കാര്യം തിരിയാ? ഒരാൾ വരെ കത്തും, മറ്റാൾ വരെ കത്തൂല. ഇത് ഉമ്മ പറഞ്ഞത് ശരിയാണ്, ഇപ്പൊ പറഞ്ഞത് ശരിയാണ്. എന്തൊരു കഷ്ടം! ഇപ്പൊ പറഞ്ഞത് ഉമ്മ പറഞ്ഞതും ശരിയാവില്ല. അമ്മീപ്പി ഒരുമിച്ച് കിടക്കുമ്പോഴുള്ളൂ ഉപ്പാന്റെ അടുത്ത് കിടക്കാൻ ഉമ്മാന്റെ പാലം കുടിക്കാൻ പറ്റുക. ഓൾ രണ്ടാളും രണ്ടിടത്ത് കിടക്കുമ്പോ പറ്റൂല കേൾവിക്കാരാ. എന്ത് ഇമ്മു ക്ലാസ് റൂമാണുള്ളത് പറയും. തിരിഞ്ഞോരൊന്ന് എച്ചരിക്കുക. ശ്രോതാക്കളുടെ കൂട്ടത്തിൽ ഇത് തിരിയാത്തവരുണ്ടെങ്കിലും ഞാൻ ഒന്നും കൂടി പറയാച്ചിട്ടാണ്, എനിക്ക് സമയമില്ല. തിരിഞ്ഞില്ലേ? എങ്ങനെ എപ്പോ ചോദിച്ചാലേ തിരിഞ്ഞില്ലേ? ഇതെങ്ങനെ തിരിയാൻ? ആളുകൾ കത്തം തിരിയാണ്. ഇല്ല. ഇനിയിപ്പം തൽക്കാലം ഇന്നിപ്പോ മൈക്കില്ല. ഇവിടെ 1:30 അടുക്കാണ് അസുരം. നിങ്ങൾ പോയി സുഖമായിട്ട് കിടന്നുറങ്ങിക്കോളൂ. ഞാനും എനിക്ക് സമയം അതിക്രമിച്ചിട്ടുണ്ട്. സുന്നിക്കുട്ടി ഉസ്താദ് ഉണ്ടെങ്കിൽ ഉസ്താദ് ഒന്നുകൂടി മൈക്കിൽ വന്ന് ഇതുവരെ നടന്ന വിഷയത്തിൽ എന്തെങ്കിലും വല്ല പോരായ്മകളോ ഫാൾട്ടുകളോ ഉണ്ടെങ്കിൽ സുന്നിക്കുട്ടി ഉസ്താദ് കേൾക്കുന്നുണ്ടല്ലോ. ഉസ്താദ് കേൾക്കണില്ലേ? അതിനുശേഷം നമ്മുടെ പിന്നെ അഡ്മിന്മാർക്കൊക്കെ വിഷയത്തെക്കുറിച്ച് ഒരു വിലയിരുത്തൽ നടത്താം, കുറേശ്ശെ സംസാരിക്കാം. പിന്നെ നമ്മളെ ഹദ്ദാദിന്റെ സമയം വരേക്കും എന്നറിയിക്കുന്നു. ഇനി ചോദ്യകർത്താക്കളും ചർച്ചയൊക്കെ നാളെ ഇൻഷാ അല്ലാഹ്
അതുകൊണ്ട് നാളെ നിങ്ങളൊക്കെ നേരത്തെ എത്തുക എന്ന് അസ്ലം കൊടുവള്ളി അടക്കമുള്ള എല്ലാവരെയും അറിയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സുന്നിക്കുട്ടി ഉസ്താദിലേക്ക് ഞാൻ മൈക്ക് കൈമാറുന്നു. ഉസ്താദ് റൈസാൻ ചെയ്തോളൂ. മൈക്കാണ് തിരികെ തരാം. ഉസ്താദ് റൈസാൻ ചെയ്യും. ഉണ്ട്. ഇനി ചോദ്യാർത്ഥാക്കളൊക്കെ ഇൻഷാ അല്ലാഹ് നാളെ വന്നോളൂ. ഇനി അടുത്തത് ഹദ്ദാദാണ്. ആ ഹദ്ദാദിന്റെ മുമ്പ് അല്പസമയം സുന്നിക്കുട്ടി ഉസ്താദ് അതുപോലെ ഞങ്ങളുടെ പ്രവർത്തകർക്ക് ഇന്ന് നടന്ന ചർച്ചയെക്കുറിച്ച് അവർക്കൊക്കെ ഒരു ചിലതൊക്കെ എന്തെങ്കിലുമൊക്കെ മനസ്സിലായതോ പറയാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങളുടെ അഡ്മിന്മാർക്ക് പ്രവർത്തകർക്കുള്ള സമയമാണ് എന്നറിയിക്കുന്നു. ബഹുമാനപ്പെട്ട സുന്നിക്കുട്ടി ഉസ്താദിലേക്ക്. അല്ലല്ല, നിങ്ങൾക്ക് 1 മിനിറ്റ് 2 മിനിറ്റ് ഒക്കെ ഞങ്ങൾ നാളെ തരാം കേട്ടാ. ഇന്നിപ്പോ ഇവിടെ നിർത്തി. ഇന്നത്തെ ഇപ്പൊ ഇവിടെ നിർത്തി. നാളെ ഉണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾ എന്നും വരണല്ലേ. എന്തിനാ ഇപ്പൊ ഇത്ര ഇടങ്ങാറാണ്? നാളെയും വന്നോളൂ നിങ്ങൾ നേരത്തെ. അതുകൊണ്ടാണ് നിങ്ങൾ 1 മിനിറ്റ് പറഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾ 10 മിനിറ്റും പറയേണ്ടി വരും. അതുകൊണ്ടാണ് കേട്ടാ. നിങ്ങൾക്കൊരു വിഷയം തോന്നിവാസം എന്തെങ്കിലും ഒന്നാൾ പറയാൻ എളുപ്പമാണ്. അതേസമയം അത് എന്താണെന്ന് വിശദീകരിച്ചു വരുമ്പോഴേക്ക് ഞങ്ങൾക്ക് ഒരുപാട് സമയം വേണ്ടി വരും. മനസ്സിലായോ? ഓക്കെ. സുന്നിക്കുട്ടി ഉസ്താദ് മൈക്കെടുക്കട്ടെ. അല്ലാഹു തആല നമ്മൾ ഇതുവരെ പറഞ്ഞതും കേട്ടതുമെല്ലാം അവൻ സ്വീകരിക്കുന്ന ഒരു സൽക്കർമ്മമാക്കി തരട്ടെ. നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നാളെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടി തരട്ടെ. നല്ല കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزد لنا علما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. والسلام عليكم ورحمة الله وبركاته. ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങൾ വളരെ വ്യക്തമായ രേഖയോടുകൂടി കിട്ടിയതാണ്. കത്തിച്ചാൽ കത്തുകയില്ലെന്നത് തീർച്ച. പക്ഷെ അത് കത്തിച്ചു നോക്കാൻ പാടില്ലെന്നാണ് ഞങ്ങൾ മതത്തിൽ വിശ്വസിച്ചിട്ടുള്ളത്. കത്തിച്ചു നോക്കാൻ ഒരിക്കലും പാടില്ല. അങ്ങ് കത്തിച്ചു നോക്കി പരിശോധിക്കണമെന്ന് ഇസ്ലാം കൽപ്പിച്ചിട്ടുമില്ല. പ്രവാചകന്റെ കാലത്തും അതിന് ശേഷവും അത് കത്തിച്ചു നോക്കിയല്ല, വിശ്വസ്തരായ ആളുകളിലൂടെ ലഭിച്ചു എന്നതാണ് അതിന്റെ രേഖ. അത് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രവാചകന്റെ തങ്ങളെ ഹുസൂസിയാത്തുന്നിടത്ത് തങ്ങളെ ഒരു മുടി തിജിരിട്ടാൽ അത് കരിയില്ല. അത് തങ്ങൾക്കുള്ള ഹുസൂസിയാത്തിൽപ്പെട്ടതാണ്. അത് ഫിഖ്ഹിൽ തെളിവാണോ മുസ്ലിയാരെ? തീയിലിടാന്നല്ലുള്ളത്, തീയിലിട്ടാ കരിയൂലെന്നല്ലുള്ളത്, വീണാ കരിയൂല. തീയിലിടാന്നല്ലുള്ളത്, തീയിലിട്ടാ കരിയൂലെന്നല്ലുള്ളത്, വീണാ കരിയൂല. വീഴുന്നതിന്റെ മസലയല്ല, വീഴ്ത്തുന്നതിന്റെ മസല. ഈച്ച ചത്തുപോയ ഈച്ച വീഴ്ത്തിയാലോ പറ്റൂല. ഇവിടെ ഇതാ വഖഅ ചെയ്യുന്ന ഉള്ളത്, അല്ലാതെ നിങ്ങൾ വീഴ്ത്തിക്കോളൂ എന്നല്ല. സീറത്തുൽ ഹലബി നിങ്ങൾ വായിച്ചത് തെളിവല്ല. നമ്മൾ നോക്കുക ഇയാളെ ക്ലിപ്പ്. പുണ്യനബിന്റെ മുടിയാണോ അല്ലേ എന്നറിയാൻ കത്തിച്ചു നോക്കണേർക്കളില്ല. ഈ പുണ്യനബിന്റെ മുടിയാന്ന് ഉറപ്പായി നിൽക്കുക, എന്നാലേ കത്തിച്ചാ കത്തൂല. ആ മുഅ്ജിസത്ത് കാണാൻ കത്തിക്കണേനും വിരോധമില്ല. നല്ല ഫത്വ സുഹൃത്തുക്കളെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങൾ വളരെ വ്യക്തമായ രേഖയോടുകൂടി കിട്ടിയതാണ്. ഇവിടെ ഇനി വേറൊരു മുഫ്തി വരണം നോക്കാം നിങ്ങള്. അടുത്ത കാലത്തോ വലിയ വിവാദം ഉണ്ടായത് നമ്മുടെ ഈ മുടി കത്തിച്ചാൽ കത്തുന്നാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും വേണ്ടതില്ല. പക്ഷെ വലിയ തർക്കം നടന്നില്ലേ? മുടി കത്ത് വന്നൊരു മുമ്പ് കത്തില്ല എന്ന് പറഞ്ഞത്. ഇങ്ങനെയാണല്ലോ പറക്കുന്നത്. പരിമിതമായ യുക്തി പിണറായിയാണത്. ബോധത്തെ ചോദ്യം ചെയ്തുകൊണ്ട് പൊതുമണ്ഡലത്തെ തകർക്കാനുള്ള ഗൂഢാലോചനയാണ് കേശവിവാദം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് പിന്നിലെന്ന പിണറായി വിജയന്റെ ഈ പ്രസ്താവനയോടെയാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പ്രതികരിച്ചത്. ഇസ്ലാം മതത്തെ പുറത്തുനിന്നാരും ചോദ്യം ചെയ്യേണ്ടതില്ല എന്ന മുന്നറിയിപ്പ് കൂടിയാണ് കാന്തപുരത്തിന്റെ പ്രതികരണം. ഇസ്ലാം മതം പുറത്തുനിന്നാരും ചോദ്യം ചെയ്യണ്ട, ചോദ്യം ചെയ്യാൻ ഇവിടെ പേരോടും പൊന്മളിയുണ്ട്. പിണറായി കത്തും എന്ന് പറഞ്ഞപ്പോൾ ഇസ്ലാം മതത്തിന് പുറത്തുനിന്നാരും ചോദ്യം ചെയ്യണ്ട, ചോദ്യം ചെയ്യാൻ ഇവിടെ ഞങ്ങൾക്ക് ഉള്ളിൽ തന്നെ ആൾക്കാരുണ്ട്. ആരൊക്കെ പേരോടും പൊന്മളിയുണ്ട്. വിഭാഗങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നതകൾ പലതുണ്ടെങ്കിലും മറ്റ് സമുദായത്തിൽപ്പെടുന്നവർക്ക് അത് ചോദ്യം ചെയ്യാൻ അധികാരമില്ല എന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ വ്യക്തമാക്കി. മതത്തിനുള്ളിലേക്കുള്ള രാഷ്ട്രീയക്കാരുടെ കടന്നുകയറ്റം വർഗീയതയ്ക്കും ഛിദ്രതയ്ക്കും വഴിയൊരുക്കുമെന്നും കാന്തപുരം പറഞ്ഞു.
അതിലാരെങ്കിലും അഭിപ്രായ വ്യത്യാസമുള്ളവർ ഉണ്ടെങ്കിൽ അവർ ആ അഭിപ്രായ വ്യത്യാസവും പറയുന്നു എന്നല്ലാതെ മറ്റ് സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ആർക്കായാലും ഇതിൽ കൈകടത്താൻ അധികാരമില്ല. ഇത് കൈകടത്തിയാൽ അത് ഇവിടെ ഏറ്റവും വലിയ ആർക്കും അധികാരമില്ല മോലിയരെ. ദീനിന്റെ കാര്യത്തിലേ അനാവശ്യമായ കൈകടത്തിൽ നടത്താൻ നിങ്ങൾക്കും അധികാരമല്ല. നിങ്ങൾക്ക് വേണം നിങ്ങൾക്ക് കത്തിച്ച, നിങ്ങൾക്ക് വേണം തോന്നുമ്പോൾ നിങ്ങൾ കത്തൂല എന്ന് പറയാൻ ആർക്കും അധികാരമല്ല. വിപത്ത് ഉണ്ടാക്കുകയും വർഗീയതയിലേക്ക് അത് വലിച്ചെടുക്കുകയും ചെയ്യുമെന്നാണ് എന്നെ സംബന്ധിച്ച് പറയാനുള്ളത്. വർഷങ്ങളായി തുടരുന്ന ഇടതു സൗഹൃദം എ പി വിഭാഗം അവസാനിപ്പിച്ചു എന്ന സൂചന കൂടിയാണ് കാന്തപുരത്തിന്റെ പിണറായി വിജയനുള്ള മറുപടി. അതേസമയം കഴിഞ്ഞ ഒരു വർഷമായി തുടരുന്ന കേശവവിവാദത്തിൽ സിപിഐഎം അഭിപ്രായ പ്രകടനം നടത്തുന്നത് ഇത് ആദ്യമായാണ്. മതസംഘടനകളുമായുള്ള കൂട്ടുകെട്ട് തിരിച്ചടിയായെന്ന സിപിഎം സംസ്ഥാന സമ്മേളനത്തിലെ വിമർശനത്തിന്റെ പശ്ചാത്തലത്തിലാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ തിരികേശ പ്രസ്താവന. ഏതായാലും കാന്തപുരം വിഭാഗം കൂടി പിണങ്ങി മാറിയതോടെ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ അവശേഷിച്ച സ്വാധീനം കൂടിയാണ് സിപിഐഎമ്മിന് നഷ്ടമാകുന്നത്. ഇന്ത്യ വിഷൻ, കോഴിക്കോട്. അടുത്ത കാലത്തോ വലിയ വിവാദം ഉണ്ടായത് നമ്മുടെ ഈ മുടി കത്തിച്ചാൽ കത്തുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും വേണം. فقالت أنا أفطر بيهوديتك. നീ വാടാനപ്പള്ളിയാണ്. فغضب النبي صلى الله عليه وسلم حين سمع ذلك منها فهجرها فلم يكلمها حتى قدم مكة وأيام منا في سفره حتى رجع إلى المدينة والمحرم وصفر فلم يأتها ولم يقسم لها ويئست منه. فلما كان شهر ربيع الأول دخل عليها فرأت ظله فقالت إن هذا لظل رجل وما يدخل علي النبي صلى الله عليه وسلم فمن هذا فدخل النبي صلى الله عليه وسلم. അപ്പൊ അതാണ് സംഭവം കേട്ടോ. ഇൻഷാ അല്ലാഹ് അപ്പോ സംഗതി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഹജ്ജ് കഴിഞ്ഞിട്ട്, ഹജ്ജത്തുൽ വദാഇന്റെ ഹജ്ജ് കഴിഞ്ഞിട്ട് മടങ്ങിയതിന്റെ ശേഷം ആയിഷ ബീവി റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് പിന്നെ ചെല്ലുന്നത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. അതുവരേക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് പോയിരുന്നില്ല. ആ റബീഉൽ അവ്വൽ മാസത്തിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി നിങ്ങള് റബീഉൽ അവ്വൽ മാസം പോയപ്പോ ആയിഷ ബീവി റളിയല്ലാഹു നിങ്ങള് വീടിന്റെ അകത്തിരിക്കാം. അകത്തിരിക്കുമ്പോ നിഴല് കണ്ടു, ഒരാളുടെ നിഴലിങ്ങനെ കണ്ടു. അപ്പൊ സാധാരണ സ്ത്രീകളുടെ നിഴലാണെങ്കിൽ പർദ്ദയും പൈജാമയൊക്കെ പിന്നെ ഉള്ളിക്കിട്ടുണ്ടാകുന്ന നിഴലാണല്ലോ കാണാം. അപ്പൊ ഒരു പുരുഷന്റെ നിഴലെ പോലെയാണ് കണ്ടത്. അപ്പൊ ഒരു പുരുഷന്റെ നിഴലാണല്ലോ ഇത്. ഇത് എന്റെ അടുക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണെങ്കിൽ വരലുമല്ലോ, പിന്നെ ഇപ്പൊ ഇത് ആരായിരിക്കും എന്നുള്ള ആ വിഷയമാണ് അവിടെ പറഞ്ഞത്. അപ്പൊ പുരുഷന്റെ നിഴലാണ് എന്ന് എന്താക്കി പറഞ്ഞു, നിഴലാണ്. അപ്പൊ നിഴലുണ്ട് എന്ന കാര്യം അവിടെ സ്ഥിരപ്പെട്ടിട്ടുണ്ട് ആ ഹദീസിൽ എന്ന് ചുരുക്കത്തിൽ അറിയിക്കുന്നു. അപ്പുറത്തെ വിഷയം തൽക്കാലം മൈക്കുവിട്ടു. ഒരുപാട് സമയം, വലിയൊരു ഹദീസിന്റെ ഭാഗമാണ്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് സമയം അങ്ങനെ പോയി, ക്ഷമ ചോദിക്കുന്നു. മൈക്കുവിട്ടു. അസ്സലാമലൈക്കും സാറേ. മുസൽമാനുകൾക്ക് മേല് ഇല്ലാന്ന് തന്നെയാണ് അതിന്റെ അവസരസ്ഥാനോടെ പഠിക്കാം. അതുപോലെ ക്ലാസ് റൂമിലെ ചർച്ചകളാപ്പതേ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തല്ലിമാണ് ഇൻഷാ അല്ലാഹ്. അല്ലാഹുവിനെ പഠിക്കാൻ ഇനിയും എനിക്ക് കൂടുതൽ തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾക്ക് ആ മനസ്സിലായതിന്റെ തെളിവായിട്ട് വരും കേട്ടോ. നിങ്ങള് പിന്നെ മനസ്സിലാക്കിയതിന്റെ തെളിവായിട്ട് നിങ്ങൾ വരും. ഒരിക്കലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതിന്റെ തെളിവായിട്ട് നിങ്ങൾ വരും കേട്ടോ. തെളിവുണ്ടെങ്കിലും വന്നിട്ട് നിങ്ങൾ പറഞ്ഞെന്തായാലും നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണ്. ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നുള്ളതിന് തെളിവുകൾ കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണ്. ഇതിന് പിന്നെ വേറെ വല്ല അർത്ഥങ്ങളും മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണ്. ഇവിടെ മില്ലുഹു എന്നുള്ളതിന് വേറെ വല്ല അർത്ഥമാണെന്നുള്ളതിന് റാമായണികരായ പണ്ഡിതന്മാരായാലും പറഞ്ഞിട്ടുള്ള തെളിവുകൾ കൊണ്ടുവരികയാണെങ്കിൽ അത് നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണ്. ഏതായിരുന്നാലും ഈ ഹദീസിന്റെ ലാഹിർ അനുസരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് നിഴൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വരുന്നുണ്ട്. ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നുള്ളതിന് തെളിവ് വേറെ കിട്ടിയിട്ടുമില്ല. മൈക്കോട്ടെ.
ഓലെ റസൂലുള്ളാഹിക്ക് നേരലുണ്ടായിട്ടില്ല എന്നതിന്റെ തെളിവൊക്കെ കിട്ടിയിട്ടില്ല എന്നോലൊക്കെ അതായത് ഉറപ്പില്ലാത്ത സ്ഥിതിക്ക് നമ്മുടെ സംശയത്തോടുകൂടെ പറയലായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നമ്മൾ യഥാർത്ഥ അല്ല സുഹൃത്ത്, നിങ്ങളോടെല്ലാം പറഞ്ഞ അതിന്റെ ഹദീസ് കൊണ്ടുതരാൻ. നിങ്ങൾ ഉറപ്പുണ്ടോ ഉറപ്പില്ലേ ഉസ്താദിനെ പഠിപ്പിക്കണം. എന്നാൽ നിങ്ങൾ ഹദീസ് കൊണ്ടായിട്ട് പറഞ്ഞെടുത്ത്. പിന്നെ നിങ്ങൾക്ക് തെറ്റിദ്ധരിച്ചതാണ്. ഉസ്താദ് ഇല്ലാന്നല്ല പറഞ്ഞു, ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നല്ല പറഞ്ഞത്. നേരില്ല, റസൂലുള്ളാഹിക്ക് അത് പ്രത്യേകത ഉണ്ട് എന്നാ ഉസ്താദ് പറഞ്ഞത്. നിങ്ങൾക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കാം. കുറെ സമയം നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്നു. നിങ്ങൾ പിന്നെ വാടാനപ്പള്ളി ഉസ്താദ് എന്താ പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. വാടാനപ്പള്ളി എന്താ ഉസ്താദ് പറഞ്ഞെന്ന് മനസ്സിലായോ? വാടാനപ്പള്ളി എന്താ ഉസ്താദ് പറഞ്ഞത് മനസ്സിലായോ? വാടാനപ്പള്ളി ഉസ്താദ് പറഞ്ഞാൽ എന്താ മനസ്സിലായോ? വാടാനപ്പള്ളി എന്താ ഉസ്താദ് പറഞ്ഞത് മനസ്സിലായോ? വാടാനപ്പള്ളി ഉസ്താദ് നേരിൽ ഉണ്ടാവാതിരിക്കാൻ നോക്കുന്നു. നിങ്ങൾ പിന്നെ വാടാനപ്പള്ളി ഉസ്താദ് എന്താ പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. വാടാനപ്പള്ളി എന്താ ഉസ്താദ് പറഞ്ഞെന്ന് മനസ്സിലായോ? വാടാനപ്പള്ളി ഉസ്താദ് നേരിൽ ഉണ്ടാവില്ല എന്നല്ല പറഞ്ഞത്. റസൂലുള്ളാഹിക്ക് അത് പ്രത്യേകത ഉണ്ട് എന്നാ ഉസ്താദ് പറഞ്ഞത്. നിങ്ങൾക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കാം. കുറെ സമയം നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്നു. നിങ്ങൾ പിന്നെ വാടാനപ്പള്ളി ഉസ്താദ് എന്താ പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. വാടാനപ്പള്ളി എന്താ ഉസ്താദ് പറഞ്ഞെന്ന് മനസ്സിലായോ? നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായി? ഇത് കേട്ടാൽ ആ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് സംഭവം പിന്നെ പിരാന്ത് പിടിച്ചതിന്റെ കാര്യത്തിൽ സംശയമല്ലേ? ഉള്ള അന്തല്ലാതെയാണ് ആ ക്ലാസ് റൂമിൽ ഇരുന്നാലേ. വാടാനപ്പള്ളി ഉസ്താദ് എന്താ പറയുന്നത് മനസ്സിലായോ? വാടാനപ്പള്ളി എന്താ ഉസ്താദ് പറഞ്ഞത് മനസ്സിലായോ? എന്താ സ്ഥിതി? മൈക്കെടുത്തിട്ട് ഓരോരുത്തർ പറയണത് കേട്ടിട്ടേ ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാവോ? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഇവരെന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം അല്ലേ? ഇതിവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ് ഇപ്പൊ പേരോട് പറയുന്നത് തർക്കം വേണ്ട അല്ലേ? തർക്കിച്ചാൽ എങ്ങനെ പറഞ്ഞു? തർക്കിച്ച പ്രശ്നമാണ്. തർക്കം വേണ്ട, തർക്കിക്കാതിരിക്കലാണ് ഇപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മക്ക് നല്ലത് അല്ലേ? പേരോട് പറയണേ, അങ്ങനെ ചോദിച്ചോ അല്ലേ മോനെ, നീ ഇപ്പോഴല്ലേ ഉള്ളൂ ആണ് ഇപ്പൊ അസുഖം മാറിയതുകൊണ്ട് നിർത്തിയേ. ദർശനമുണ്ടായാലും എന്ത് ചോദിക്കാലോ ഉസ്താദ്. ഇപ്പൊ നിങ്ങൾ വന്ന് സമ്മതിച്ചു തന്നു, ശരിയാണ്, ഇപ്പൊ അസുഖം മാറിയതുകൊണ്ട് ഞങ്ങളത് പറയാറില്ല. ഒന്ന് കേട്ടു നോക്കൂ. ഏറ്റവും ലേറ്റസ്റ്റ് ഓമാനൂരിലെ പ്രസംഗം തന്നെ ആവട്ടെ ആദ്യം. 2 ദിവസം മുമ്പ് ഞാനിങ്ങനെ കുട്ടികൾക്ക് ദർശ ഒരുക്കൊടുത്തോണ്ടിരിക്കുമ്പോ ഒരു കുട്ടി ചോദിച്ചു, നാദാപുരത്തും വാഴക്കാട്ടൊക്കെ ഗന്ധന പ്രസംഗം നടത്തിയേ. ദർശന മുത്തായാലും എന്ത് ചോദിക്കാലോ ഉസ്താദ് വരുവാൻ. ഇപ്പെന്റെ ഗന്ധന പ്രസംഗം നടത്താത്തത് ഒരു കുട്ടി. അപ്പൊ ഞാൻ ആ കുട്ടികളെ കൂട്ടത്തിൽ കുട്ടിയുടെ നിഷാദ് തന്നെ കുട്ടി കൂടുതലും. ഞാൻ ചില നിഷാദ് എനിക്ക് നാളെ സുഖമില്ലാണ്ടല്ലേ, എന്ത് കാലിനല്ലേ അസുഖം, മരുന്ന് കുടിച്ചില്ലേ കുടിച്ചത്. ഇപ്പെന്താ കുടിക്കാത്തത്? ഇപ്പം അവിടെ രോഗമൊന്നുമില്ല. ഞാൻ പറഞ്ഞ മറുപടി ആയില്ലേന്ന്. അതേ സമയത്ത് കുട്ടികളൊക്കെ ജനിച്ച അന്ന് മുതലേ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ആദ്യം മുലപ്പാല്, പിന്നെ അതിനപ്പുറമുള്ള പാല്, ഇങ്ങനെ ദഹിക്കുന്നതിന് എത്ര കൊല്ലായി ചോറ് തിന്നാൻ തുടങ്ങിയിട്ട്, എത്ര കൊല്ലായി ചപ്പാത്തി തിന്നാൻ തുടങ്ങിയിട്ട്, അതെല്ലാം കഴിക്കുന്നതന്നെ. അല്ല, മനുഷ്യന്റെ മുലപ്പാലല്ലാതെ അതിന്റെ അപ്പുറമുള്ള പാല് ഞങ്ങളെ കുട്ടികളാരും കുടിക്കലില്ല. കാരണം അത് നമ്മൾ ആരോഗ്യത്തിന് ആവശ്യം. മരുന്ന് അങ്ങനല്ല, മരുന്ന് ആവശ്യമുള്ള സ്ഥലത്ത് ആവശ്യമുള്ളപ്പോ കുടിക്കാനുള്ളതാണ്. അപ്പോ ഇപ്പൊ മരുന്നിന്റെ ആവശ്യമില്ല, കാലുവേദന തീർന്നുപോയി. അത് തന്നെയാണ് അതിന്റെ മറുപടി. യഥാർത്ഥത്തിൽ ഇത് നമ്മൾ ഞങ്ങൾക്കുള്ള പണി നിങ്ങൾ ശരിക്കും മുമ്പ് പേരോട് ഉസ്താദെന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ കൂടി കേൾക്കുക, എന്നിട്ട് ഞാൻ ആ പഴയ പ്രസംഗങ്ങൾ കേൾപ്പിക്കും. ഒന്ന് വെച്ചു കൊടുക്കും. നല്ല ബർക്കത്തിയാണ്. വയലിൽ എന്ന് പറഞ്ഞാൽ കുറെ ചീത്ത പറയലല്ല, വയലിൽ എന്ന് പറഞ്ഞാൽ കുറെ വെല്ലുവിളിക്കലല്ല, വയലിൽ എന്ന് പറഞ്ഞാൽ കുറെ തർക്കിക്കലല്ല, വയലിൽ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ആവശ്യമില്ല പറഞ്ഞു കൊടുക്കുക. അതാണ് അത്. വിശ്വാസപരമായ രംഗത്തും പറഞ്ഞു കൊടുക്കണം, കർമ്മപരമായ രംഗത്തും പറഞ്ഞു കൊടുക്കണം, സ്വഭാവത്തിന്റെ രംഗത്തും പറഞ്ഞു കൊടുക്കണം. ജനങ്ങൾക്ക് ആഹ്റം രക്ഷപ്പെടാൻ, സ്വർഗത്ത് കടക്കാൻ ആവശ്യമില്ല പറഞ്ഞു കൊടുക്കണം. അതാണ് വയലിൽ. വയലിൽ എന്ന് പറഞ്ഞാൽ കുറെ വെല്ലുവിളിക്കുക. സുബ്ഹാനല്ലാഹ്, 1 മിനിറ്റിൽ 4 വെല്ലുവിളിക്കുന്നവരുണ്ട്, ഒരു മിനിറ്റിൽ 4 വെല്ലുവിളിക്കും. അതിനൊക്കെ വെല്ലുവിളിക്കുന്നവർ. അതാണ് വയൽ.
തർക്കം, വേണ്ടതിനും വേണ്ടാത്തതിനൊക്കെ തർക്കം. അതായത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ തറക്കൽ മിറാഅ ഫഹുവ മുബ്തിലുൻ ബനല്ലാഹു ലഹു ബൈതൻ ഫീ റബദിൽ ജന്ന. ഒരു മനുഷ്യന്റെ കൈവശത്തിലുള്ള അസയും തെറ്റായതോടുകൂടി അവനാ തെറ്റ് സമർത്ഥിക്കാൻ വേണ്ടി നടക്കാതെ അവനതാ തെറ്റ് അംഗീകരിച്ചുവിട്ട് ശരി പറഞ്ഞവരെ അംഗീകരിച്ച് മുന്നോട്ട് പോയാൽ അവന് സ്വർഗത്തിന്റെ നടുത്തളത്തിൽ അല്ലാഹു തആല അവന് വീട് കൊടുക്കും. വമൻ തറക്കൽ മിറാഅ വഹുവ മുഹിഖ്ഖുൻ. അതേ സമയത്ത് വിവാദങ്ങൾ ഉണ്ടാക്കണമെന്ന് ഉദ്ദേശിച്ച് രംഗത്ത് വരുന്നവർ വെറുതെ വിവാദം വലിച്ചിടുമ്പോൾ കൈവശത്തിലുള്ളത് സത്യമാണെങ്കിലും വിവാദമുണ്ടാക്കണ്ട എന്ന നിലയ്ക്ക് തർക്കത്തിന് പോകാതെ മിണ്ടാതിരുന്നാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫീ അലൽ ജന്ന. സ്വർഗത്തിന്റെ മേൽഭാഗത്ത് ഉന്നതമായ സ്ഥാനത്ത് അല്ലാഹു അവന് സ്വർഗത്തിൽ ഒരു വീട് കൊടുക്കും. അല്ലാഹു തആല വലിയ മാളിക പണിതു കൊടുക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ തറക്കൽ മിറാഅ ഫഹുവ മുബ്തിലുൻ ബനല്ലാഹു ലഹു ബൈതൻ ഫീ റബദിൽ ജന്ന. ഒരു മനുഷ്യന്റെ കൈവശത്തിലുള്ള അസയും തെറ്റായതോടുകൂടി അവനാ തെറ്റ് സമർത്ഥിക്കാൻ വേണ്ടി നടക്കാതെ അവനതാ തെറ്റ് അംഗീകരിച്ചുവിട്ട് ശരി പറഞ്ഞവരെ അംഗീകരിച്ച് മുന്നോട്ട് പോയാൽ അവന് സ്വർഗത്തിന്റെ നടുത്തളത്തിൽ അല്ലാഹു തആല അവന് വീട് കൊടുക്കും. വമൻ തറക്കൽ മിറാഅ വഹുവ മുഹിഖ്ഖുൻ. അതേ സമയത്ത് വിവാദങ്ങൾ ഉണ്ടാക്കണമെന്ന് ഉദ്ദേശിച്ച് രംഗത്ത് വരുന്നവർ വെറുതെ വിവാദം വലിച്ചിടുമ്പോൾ കൈവശത്തിലുള്ളത് സത്യമാണെങ്കിലും വിവാദമുണ്ടാക്കണ്ട എന്ന നിലയ്ക്ക് തർക്കത്തിന് പോകാതെ മിണ്ടാതിരുന്നാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫീ അലൽ ജന്ന. സ്വർഗത്തിന്റെ മേൽഭാഗത്ത് ഉന്നതമായ സ്ഥാനത്ത് അല്ലാഹു അവന് സ്വർഗത്തിൽ ഒരു വീട് കൊടുക്കും. അല്ലാഹു തആല വലിയ മാളിക പണിതു കൊടുക്കുമെന്ന് അവിടുന്ന് പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അല്ല പുതിയതോ വ്യാഖ്യാനത്തിൽ ഇനി യഥാർത്ഥം ഇത് പഴയ പ്രസംഗം. റബദുൽ ജന്നത്തിൽ മൻ തറക്കൽ മിറാഅ വഇൻകാന മുഹിഖ്ഖൻ. ഒരാൾ സത്യത്തിലാണെങ്കിൽ തന്നെ തർക്കം ഉപേക്ഷിക്കുന്ന ആൾക്ക് അല്ലാഹുവിന്റെ റസൂൽ സ്വർഗത്തിൽ വീട് കൊടുക്കുമെന്ന് പറഞ്ഞു. തർക്കത്തെ സംബന്ധിച്ച് വിശദീകരിക്കാൻ വേണ്ടിയാണ് ഈ ചോദ്യം ചോദിച്ചത്. ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ആ പറഞ്ഞതിന്റെ അർത്ഥം ഒരു വിഷയത്തിലും ആരും തർക്കിക്കാൻ പാടില്ല എന്നല്ല. ഒരു വിഷയത്തിൽ തർക്കിക്കേണ്ട ഘട്ടം വന്നാൽ തർക്കിക്കണം. ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ, വലാ തുമാരി ഫീഹിം ഇല്ലാ മിറാഅൻ ളാഹിറ. നബിയെ വ്യക്തമായ തർക്കമല്ലാതെ തർക്കിക്കരുത്. അപ്പൊ ലാഹിറായ തർക്കം തർക്കിക്കണം എന്നാണല്ലോ. ഒരാൾ തെറ്റ് പറഞ്ഞാൽ ശരി പറഞ്ഞു കൊടുക്കണം എന്നാണ്. അത് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഈ ഹദീസ് ഖുർആനെതിരാണോ? അല്ല. ഈ ഹദീസിന്റെ വ്യാഖ്യാനം ഇമാം ഗസ്സാലി റഹിമഹുല്ലാഹ് പറയുന്നു, ഹദ്ദുൽ മിറാഇ അൽ ഇസ്റാദു അലാ കലാമിൽ ഗൈരി ബിഇസ്ഹാരി ഖലലിൽ ഫീഹി ഇമ്മാ ലഫ്ളൻ ഔ മഅനാൻ. ഒരാളൊരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിൽ ഇന്ന് തെറ്റുണ്ടെന്ന് കണ്ടുപിടിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അയാൾ പറഞ്ഞതിന്റെ അർത്ഥത്തിൽ ഇന്ന് തെറ്റുണ്ടെന്ന് കണ്ടുപിടിക്കുന്ന ആളുകൾ, അതിനു വേണ്ടി ഇങ്ങനെ തർക്കം കൂടും. കാണല്ലേ കാസർകോട്ടുകാർ മലപ്പുറത്തുകാർ ഉണ്ടാകും. അതുപോലെ ഒരു ഹക്ക് സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ അംഗീകരിക്കുക, അതാണ് വേണ്ടത്. ഇനി നേരെ തിരിച്ചാണെങ്കിലോ വൈകാന ബാത്തില. ഇനി ഒരു കാര്യം നീ കേട്ടത് ബാത്തിലാണെങ്കിലോ ആ ബാത്തിലായ കാര്യത്തിന് നീ മിണ്ടാതിരിക്കാൻ പറ്റുമോ? അവിടെ ഇമാം ഗസ്സാലി പറയാണ്, വൈകാന ബാത്തില് വരമ്യക്കും മുതലിക്കും ഓരി തീരി. ഒരു ദീനിയായ സംഗതിയൊന്നുമല്ല, ഒരു ദീനിയായ സംഗതി മതപരമായ കാര്യമൊന്നുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഭാഷാ തർക്കബദ്ധ സംഗതി ഉണ്ടല്ലോ. ഒരാൾ വടക്കോട്ട് പോയി പറഞ്ഞതിന് ആവശ്യമില്ലാത്തതിന് തർക്കിയത് ദീൻ കാര്യത്തിലാണ്
അങ്ങനെയാണെങ്കിൽ ഹക്ക് പറയാൻ വേണ്ടി തർക്കിച്ചേ പറ്റൂ. അതാ ഖുർആൻ പറഞ്ഞതില്ലാത്തുമായി ദീനിന്റെ എതിരാളികളോട് വ്യക്തമായ തർക്കമായിക്കൊണ്ട് അറിയിക്കുന്നു. ആയത്ത് നൽകട്ടെ. ഒന്നുകൂടി ഞാൻ പറയുന്നു, വല്ലവനും തെറ്റ് ചെയ്താൽ തെറ്റ് ചെയ്തവന് തന്നെയാണ് അതിന്റെ നാശം. അല്ലാഹു എല്ലാം അറിയുന്ന അലീമും ഹകീമുമാണ്. വല്ലവരും വല്ല തെറ്റും ചെയ്തിട്ട് ഔ ഇസ്മൻ വല്ല കുറ്റവും ചെയ്തിട്ട് ചെറുതോ വലുതോ ആയ തെറ്റ് ചെയ്തിട്ട് നിരപരാധിയുടെ പേരിൽ അത് വെച്ച് കെട്ടിയാൽ, പൊന്മള ഉസ്താദിന്റെ പേരിൽ വെച്ച് കെട്ടിയാൽ, അൽവി സഹാബിയുടെ പേരിൽ വെച്ച് കെട്ടിയാൽ, പ്രവർത്തകരായ SYSന്റെ പ്രവർത്തകരുടെ പേരിൽ, SSFന്റെ പ്രവർത്തകരുടെ പേരിൽ, SMAയുടെ പേരിൽ, സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ പേരിൽ, അതേ സുന്നി ജമിയത്തുൽ മുഅല്ലിമീന്റെ പേരിൽ, ഞങ്ങളെ നേതാക്കളെ പേരിൽ, അനുയായികളുടെ പേരിൽ വെച്ച് കെട്ടിയാൽ അവൻ ഏറ്റവും വലിയ കരിന്നുണയാണ് അവൻ വഹിച്ചിട്ടുള്ളത്, ഏറ്റവും വലിയ തെറ്റാണ് വഹിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹിന്റെ പേരിൽ വെച്ച് കെട്ടിയാലല്ലേ പൊന്മള ഉസ്താദിന്റെ അലവി സഖാഫിയും വരും. ഓ നബിയേ, അല്ലാഹുവിന്റെ കാരുണ്യവും അവന്റെ ഔദാര്യവും ഇല്ലായിരുന്നുവെങ്കിൽ തങ്ങളെ തന്നെ പിഴപ്പിക്കണമെന്ന് അവർക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ സത്യത്തിന്റെ നേതൃത്വത്തെ പിഴപ്പിക്കാൻ കഴിയൂല. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വെച്ച് മഹബത്ത് വെച്ച് അവിടുത്തെ ആസാറിനെ ബഹുമാനിക്കുന്ന ജയിലിൽ കിടക്കുമ്പോഴും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി രണ്ട് കൈക്ക് മാമം വെച്ചിട്ട് മാമം കുഴിച്ചു മുക്കിയ സമയത്ത് പോലും ഹബീബായ നബി തങ്ങളുടെ പേരിൽ അതേ അവിടുത്തെ മൗലിദും അവിടുത്തെ മൗലിദിന്റെ തെളിവുമെഴുതാൻ നേർച്ച ചെയ്ത മഹാനായ കാന്തപുരം ഉസ്താദ്, ആ ഉസ്താദിനെ വഴിയിൽ നിന്ന് തെറ്റിക്കാമെന്നാലും ധരിക്കേണ്ടതില്ല. ഉസ്താദിന്റെ പേരിൽ ആരോപണം പറഞ്ഞ് അതാ ഉസ്താദിനെ ഇരുത്താമെന്നാലും ധരിക്കേണ്ടതില്ല. നിങ്ങളതാ പിഴപ്പിക്കുന്നത് നിങ്ങളെ തന്നെയാണ്. തങ്ങൾക്ക് ഒന്നും സംഭവിക്കൂല നബിയേ, ഒരു പ്രശ്നവും വരൂല നബിയേ. അതുപോലെ ലക്ഷക്കണക്കായ സ്നേഹിക്കുന്ന ശിഷ്യന്മാരും അനുയായികളും സൈഫുനോട് പറയുന്നു, അവിടുത്തേക്കൊന്നും സംഭവിക്കൂല. അതിലേക്ക് പ്രൊട്ടക്ഷൻ നൽകാൻ ഒരു നമീമത്തുകാരനും ഉപജാപക സംഘവും കയറി വരാൻ ഞങ്ങൾ അനുവദിക്കുകയുമില്ല. അവിടുത്തേക്ക് വേണ്ട പ്രൊട്ടക്ഷനും വർക്കത്തിനും ചെറുമുബാറക്കിനും ഞങ്ങളെ സർവ്വസ്ഥാപനങ്ങൾക്കും ഇവിടെ പ്രൊട്ടക്ഷൻ നൽകാൻ SYS എന്നും സന്നദ്ധമാണ്, SSF സന്നദ്ധമാണ്, ഞങ്ങളുടെ സംഘടനകൾ സന്നദ്ധമാണ്. അതിനെ കുത്താനാരും വരേണ്ടതില്ലെന്ന് ഞാൻ വ്യക്തമായി ഓർമ്മപ്പെടുത്തി എന്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമുർറാഹിമീനായ റബ്ബേ, നിനക്ക് രഹസ്യങ്ങൾ അറിയാം. പരസ്യ ചെറുപ്പക്കാർ ഇവിടെ നമീമത്ത് പറഞ്ഞവരും കൂട്ടുനിന്നവരും പ്രസംഗമിറക്കിയവരും അവർക്ക് അറിവില്ലാത്തവരാണ്. അല്ലാഹ് അവർക്കും നീ ഹിദായത്തിന്റെ വെളിച്ചം നൽകണേ അല്ലാഹ്. അങ്ങനെ ഉസ്താദിനെ പറഞ്ഞാലും അലവി സഖാഫിനെ പറഞ്ഞാലും നമ്മൾ വിടൂല. റസൂലുള്ളാഹിനെ നിങ്ങൾ എന്ത് പറഞ്ഞോളൂ, കാരണം ഞങ്ങൾ തർക്കിക്കാനില്ല. തർക്കിക്കുമെങ്കിൽ സ്വർഗത്തിന്റെ ഉന്നതമായ സ്ഥലത്ത് വലിയൊരു കൊട്ടാരം ഉണ്ടാവും. എന്താർത്ഥം അവർ പറയുന്നത്? ഇതൊക്കെ കേട്ടിട്ട് ഓലെ മറ്റൊരു സഖാഫി പറഞ്ഞിട്ടുള്ള കാന്തപുരം ഉസ്താദ് ഒരു മഹാസേവനം കൂടി ചെയ്തിരിക്കുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുത്തേതാണെങ്കിൽ ബറക്കത്തുണ്ട്. അത് സൂക്ഷിക്കണം, സ്നേഹിക്കണം, സേവിക്കണം, കൊണ്ടു നടക്കണം. വെള്ളത്തിലിട്ടാൽ ആ വെള്ളത്തിന് ബറക്കത്തുണ്ട് എന്ന് കേരളത്തിലെ മുസ്ലിംകളിലെ എല്ലാ വിഭാഗവും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ചെറിയ ഒരു സംശയമേ ബാക്കിയുള്ളൂ. ആണോ അല്ലേ? അത്രമാത്രം. ഇതല്ലേ സുന്നത്തി ജമാഅത്ത്? ഇതല്ലേ സുന്നത്തി ജമാഅത്ത്? ഈമാനുള്ളവർ ആലോചിക്കുക. ധൈര്യമുണ്ടോ വഹാബിക്ക് പറയാൻ?
ഇതാണ് സുന്നത്തെ ജമാഅത്ത്. ഒരൊറ്റ സംശയമുള്ളൂ. ഇതൊക്കെ കേട്ടിട്ട് ഇവർക്ക് പറയണത് സ്വയം പറയണം. ഇത് ഇവരെ ക്ലാസ് റൂമിലെ ആളുകൾ പോയിരുന്നാലുള്ള സ്ഥിതി എന്ന് നേരത്തെ നമ്മൾ കേട്ടു അല്ലെ? വാടാനപ്പള്ളി ഉസ്താദ് കേൾക്കുണ്ടോ? വാടാനപ്പള്ളി ഉസ്താദ് പറയണത് കേൾക്കുണ്ടോ എന്നൊക്കെ തിരിച്ചു ചോദിച്ചേണ്ടി വരും. ഇങ്ങനെ ഇവരൊക്കെ ആകണ്ട് കുടുങ്ങാണ്. എന്തൊക്കെ പാടെ ഇവര് പറഞ്ഞത്? ഇവര് പറഞ്ഞ കാര്യങ്ങൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഓരോ തലക്കെന്ന് കേൾക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ വിനികർത്താവല്ലയോ എന്നല്ലാഹു ചോദിച്ചതിൽ വിശ്വാസമുണ്ടെങ്കിൽ SKSSF പരിപാടിയിൽ പോയി ഇരുന്ന് എന്റെ CD കണ്ടിട്ട് യഥാർത്ഥ അർത്ഥത്തിനെതിരെ ഒരു സ്വപ്നവും മാനദണ്ഡമാക്കിക്കൂടെന്നും അതുപോലെ ഉസ്താദിനെ തന്നെ കണ്ട ശൈത്താനാണെന്നും വരുത്തി തീർക്കാൻ എന്റെ പ്രസംഗം കണ്ടുകേൾപ്പിച്ച SKSSF നേതാക്കൾ അവരെ പിന്തുടർന്ന സാധാരണക്കാരായ ആഖിറത്തിൽ വിശ്വസിക്കുന്ന ഈമാനുള്ള ചെറുപ്പക്കാരെ, ഈമാനുള്ള സുന്നി വിശ്വാസക്കാരെ, പടച്ചറപ്പിന്റെ കോടതിയിൽ നിങ്ങളാ തക്ബീർ ചൊല്ലിയ നിങ്ങളെ നേതാക്കളോടുകൂടി പ്രതികളായി പോകൂലേ? അവിടെ തക്ബീർ ചൊല്ലി എന്നെ പരിഹസിച്ച മുഴുവൻ SKSSFകാർക്കും ഞാൻ എന്റെ മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടിരിക്കുന്നു. അതറിയിച്ചുകൊണ്ട് പറയട്ടെ, ഓ ചെറുപ്പക്കാരെ, പിന്നെ കുഴപ്പമില്ലല്ലോ, മൂപ്പര് മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു കൊടുത്തു, നാവുകൊണ്ടെന്താ പറയണ നോക്കുക. സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളെ, ഇത്തരത്തിൽ നിങ്ങളെ വഞ്ചിക്കുന്ന ഒരു സംഘടനയിൽ നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്ത് നിങ്ങൾ ആഖിറത്തിൽ നരകം കൊള്ളരുത് കേട്ടോ. ഈ നേതാക്കളെ നിങ്ങൾ വിശ്വസിച്ച് നിങ്ങൾ ആഖിറം നഷ്ടപ്പെടുത്തരുത് കേട്ടോ. പടച്ചറപ്പിന്റെ അടുക്കലൊരു സന്ദർഭമുണ്ട്. ആ സന്ദർഭത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ വകയിലല്ല, അർത്ഥം നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളെ മുസ്ലിയാമാരെ കൊണ്ട് വെപ്പിച്ചോ. അക്രമം ചെയ്തവൻ രണ്ട് കയ്യും കടിക്കുന്ന ഒരു സമയമുണ്ട് നബിയെ. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഞാൻ വഴി പിന്തുടർന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അള്ളാന്റെ റസൂല് ദീപത്ത് പറയരുതെന്നാ പറഞ്ഞത്, ഏശടി പറയരുതെന്നാ പറഞ്ഞത്, ചീത്ത പറയരുതെന്നാ പറഞ്ഞത്. ആ വഴി പിന്തുടർന്നെങ്കിൽ എത്ര നന്നായിരുന്നു. യാവൈലത്ത് ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. ഈ അമ്പലക്കടവിനെ പോലെയുള്ള പലരെയും കൂട്ടിലേർത്ത് നടക്കുന്ന ചെറുപ്പക്കാരെ, അള്ളാന്റെ വാക്കൊന്ന് കേട്ടോ. യാവൈലത്ത്, ഞങ്ങളെ നാശമേ, ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. ഇത്തരത്തിൽ ഞങ്ങളെ വഞ്ചിക്കുന്ന കക്ഷികളെ പടച്ചറപ്പേ, ഇന്ന ഒരാളെ ഞാൻ സുഹൃത്തായി സ്വീകരിച്ചില്ലെങ്കിൽ എത്ര നന്നായിരുന്നു. ലഖദ് അവല്ലനീ അനിൻ ദിക്രി. എന്നെ ഇത് പരിശുദ്ധ ഖുർആനിന്റെ ആശയത്തിൽ നിന്ന്, ശരിയായ ഉത്ബോധനത്തിൽ നിന്ന് അവൻ പിഴപ്പിച്ചല്ലോ. എനിക്ക് സത്യം കിട്ടിയതിന് ശേഷം ഇവക്കാന ശൈത്താനു ലിൽ ഇൻസാനി ഖദൂരാ. ശൈത്താൻ മനുഷ്യന് സഹായം കൈയൊഴിക്കുകയല്ലാതെ പടച്ചറപ്പിന്റെ ശിക്ഷ വരുമ്പോ ഒരു ശൈത്താനും പിന്തുണക്കൂടെ കേട്ടോ. ആ റബ്ബിന്റെ കോടതിയിലല്ലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. എന്റെ ഈ ഖൗമ് ഖുർആനിന് കൈയൊഴിച്ചു അല്ലാഹ്. കാരണം പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞതല്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനൽ വന്നി بعض الظن إثم ولا تجسسوا ولا يغتب بعضكم بعضا أيحب أحدكم من يأكل لحم أخيه ميتا فكرهتموه. മറ്റൊരു മുസ്ലിം ഇഷ്ടപ്പെടാത്തത് പറയുന്നത് ഗീബത്താണ്. ആ ഗീബത്ത് നിങ്ങൾ പറയല്ലേ, നിങ്ങൾ മുഅ്മിനീങ്ങളെ തെറ്റിദ്ധരിക്കല്ലേ എന്ന് ഖുർആൻ പറഞ്ഞിട്ട് എന്റെ ഒരു പ്രസംഗം അങ്ങനെ സർവ്വ സ്വപ്നത്തിലുമെതിരെ ഞാൻ പറഞ്ഞുവെന്ന് കിട്ടിയാൽ തന്നെ ഒന്ന് ടെലിഫോൺ എടുത്ത് എന്നെ വിളിച്ച് ചോദിച്ചുകൂടെ, നിങ്ങൾ ഇങ്ങനെ പറയാൻ എന്താ കാരണം? നമ്മളെ കിതാബുകളിൽ 1000 സ്വപ്നങ്ങൾ
എന്റെ മോലിയരെ ചോദിച്ചാ നിങ്ങൾ എന്താ ഉത്തരം പറയല്? നിങ്ങളിപ്പോ നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? തർക്കം ഒഴിവാക്കിയാൽ അവന് നമ്മുടെ കയ്യിൽ സത്യമാണെങ്കിലും മറ്റവൻ പറയുന്നത് ബാത്തിലാണെങ്കിലും തർക്കം ഒഴിവാക്കുന്നവൻ അള്ളാഹു അവന്റെ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥലത്തൊരു മാളിക കൊടുക്കുമെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? 5 വർഷം മുമ്പ് പേരോടെ അതേ ഹദീസ് വ്യാഖ്യാനിച്ച് നിങ്ങൾ പറഞ്ഞില്ലേ? നബിയെ ലാഹിറായ തർക്കം തർക്കിക്കണമെന്നാണ് പറഞ്ഞത്, ബാത്തിനെതിരെ തർക്കിക്കണമെന്നാണ് പറഞ്ഞത്, തർക്കിക്കണ്ട എന്നല്ല. ഇതേ ഹദീസ് ഓതിയിട്ടല്ലേ അങ്ങ് വിശദീകരിച്ചത്. ഇവിടെ ആരുടെ കയ്യിലാണ് തെറ്റുപറ്റിയത്? പേരോടെ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ വരണ്ടേ? പേരോടെ അവിടെ കൈ കടിക്കൂലേ? കണ്ണിങ്ങനെ ആടും മൂപ്പരെ പുരുകം. ഓരോ ചോദ്യത്തിനേ നമ്മൾ മൂപ്പരെ ശൈലി എടുക്കാന്നുണ്ടെങ്കിൽ പുരുകം അങ്ങനെ ആട്ടിയാൽ മതി. അപ്പൊ മൂപ്പരെ ശൈലി വെറുതെ അങ്ങനെ വരും. പുരുക്കങ്ങനെ ആട്ടിയിട്ട് ഇതൊക്കെ പറഞ്ഞാൽ ബല ബോധി ഇതൊക്കെ ശരിയാന്നാണ് അല്ലേ? പുരുക ആട്ടിയിട്ട് ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞതൊക്കെ ശരിയാന്നാണ് ഇവര് മനസ്സിലാക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഇവർ പറയുന്ന കാര്യങ്ങൾ, ഓരോ കാര്യങ്ങളും നിങ്ങളൊന്ന് മനസ്സിലാക്കി കാണും. ഇതൊന്നും പറയുന്നത് പരിശുദ്ധ ഖുർആൻ മാറ്റി പറയുന്നൊന്നും ഒരു കുഴപ്പമില്ല അല്ലേ? ഇതൊക്കെ നല്ല നല്ല വാക്കുകളാണ്. അവിടെ ഒരാളുടെ കയ്യിൽ നിന്നും മുടിയിട്ട വെള്ളത്തിന് പൈസ വാങ്ങിയിട്ടില്ല. ഇവിടെ ഒരു ബോർഡ് സ്ഥാപിച്ച ചെറുപ്പക്കാരെ, നാളെ അള്ളാന്റെ കോടതിയിൽ വരണ്ടേ മോനെ? ഇത് കെട്ടിയ കൈ റബ്ബിന്റെ മുമ്പിൽ സംസാരിക്കുമ്പോ ഈ കള്ളത്തിന് സപ്പോർട്ട് ചെയ്തതിന് കളവ് പറഞ്ഞ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്ദിബൂൻ. കളവ് പറഞ്ഞതിന്റെ സാക്ഷ്യം സംസാരിക്കുന്നതാരാണ്? ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്ദിബൂൻ. കളവ് പറഞ്ഞതിന്റെ സാക്ഷ്യം യക്ദിബൂൻ. ോടുണ്ടാവില്ല. എ പി ഉസ്താദ് വലിയാണെന്ന് കരുതി മാത്രം എടുക്കുന്നുണ്ടാവും. മർക്കസിക്ക് ചെന്നാൽ എല്ലാവർക്കും ഇത് കാണിക്കുന്ന വിശ്വസിച്ചിരിക്കുന്ന കുട്ടികൾ നമ്മളത്രയും മർക്കസിക്ക് വന്നൊരു സാധനം കാണുന്നിട്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ നിങ്ങൾക്കറിയില്ല. അത് സത്യമായിരുന്നു എന്ന് തെളിയിക്കുന്ന വർത്തമാനങ്ങളാണ് പേരോട് നടന്നത് അല്ലേ? ആ മുടി കാണാൻ വേണ്ടി നിങ്ങൾ മർക്കസിക്ക് വന്ന് ഞങ്ങൾ അവര് മുടി ഒന്ന് കാണിച്ചു കൊടുക്കുമോ? ഇല്ല, കാണിച്ചു കൊടുക്കൂല. എന്താ കാണിച്ചു കൊടുക്കാതിരിക്കാൻ കാരണം? പേരോട് തന്നെ പറയട്ടെ അല്ലേ? എന്താ കാണിച്ചു കൊടുക്കാതിരിക്കാതെ കാരണം പേരോട് പറയട്ടെ. തെറ്റിപ്പിക്കുന്ന പല സത്യങ്ങളും ഇതിലൂടെ പേരോട് വിളിച്ചു പറയാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, വളരെ കാത് കോർത്തിച്ച് കേൾക്കേണ്ട വളരെ പ്രസക്തമായ ചില ഭാഗങ്ങളുമായി ബഹുമാനപ്പെട്ട തങ്ങൾ നൂറുദ്ദീൻ തങ്ങൾ ഇൻഷാ അല്ലാഹ് വീണ്ടും നിങ്ങളെ പേരോടുമായി അദ്ദേഹം എത്തുന്നു. ബഹുമാനപ്പെട്ട തങ്ങൾ ഓക്കെ. റിപ്പീറ്റ് ഇടാതെ തങ്ങളെ റിപ്പീറ്റ് വേണ്ട. നിങ്ങളിങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് എഡിറ്റാണ്, മറ്റേതാണ്, ആനയാണ്, ചേനയാണ് എന്നൊക്കെ പറയും. അതൊന്നുമില്ലാതെ ഒറ്റടിക്കൊന്ന് ഇട്ട് കൊടുക്കും ഇൻഷാ അല്ലാഹ്. പിന്നെ മൂപ്പര് അത് അത്ര മുക്കിയിട്ട് കാണിച്ചു കൊടുത്താൽ കേട്ടില്ല. അതായത് നൗഷാദ് യാസിന് ബോംബെയിൽ പോയിരുന്നു, പോയാറിയിരിക്കുമല്ലോ ഏതായാലും. അപ്പൊ പോയ സമയത്ത് ഇക്ബാൽ ജാലിയവാല അതിലൊരു ഷെയർബാർക്ക് എടുത്തു. അതിൽ നൗഷാദ് യാസിനെ കൊണ്ട് തന്നെ പിന്നെ അത്തർ ഒഴിപ്പിച്ചു. അങ്ങനെ അത്തർ ഒഴിപ്പിച്ചിട്ട് ഒരു ബൾബിന്റെ അടുത്ത് കാണിച്ചു കൊടുത്തു. എന്നിട്ട് കാണിച്ചു കൊടുത്തിട്ട് ഇപ്പൊ നിങ്ങൾ നെഴല് കണ്ടില്ലോ എന്ന് ചോദിച്ചു. അപ്പൊ യാസിന് നെഴല് കണ്ടു. അപ്പം കണ്ടപ്പം പറഞ്ഞു പിന്നെ അത് അത്തറിന്റെ നെഴലാണ്, ഇൻഷാ അല്ലാഹ് ഈ കാണിച്ചു തരാൻ പറഞ്ഞിട്ട് ആ സംസം പിന്നെ ഇത് ഷെയർബാർക്ക് മുപ്പര് ഒരു പ്രത്യേക സാധനം കൊണ്ട്, കൊടിലുമാതിരിയുള്ള പ്രത്യേക സാധനം കൊണ്ട് എടുത്തിട്ട് സംസം വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയിട്ട് അത് നല്ല ചൂടുള്ള ബൾബിന്റെ മേലെ വെച്ച് ഉണക്കി എന്നിട്ട് അത് വീണ്ടും കാണിച്ചു കൊടുത്തു. അതിന് നേരില്ലാന്ന് പറഞ്ഞു. അത് മൂപ്പര് നേരിട്ട് കണ്ടു എന്ന് പറഞ്ഞു നൗഷാദ് യാസിന്. അപ്പൊ എനിക്ക് വേണ്ടപ്പെട്ട ഒരു 2 ആളുണ്ട്. അതിലിപ്പോ 2 ആളെ പറ്റിയും ഒരാളെങ്കിലും ഞാൻ ഇൻഷാ അല്ലാഹ് ഓമ്പവസാനം നാട്ടിൽ വരുന്നുണ്ട്. അത് മർക്കസിൽ വന്നാൽ അതുപോലെ ഒന്ന് കാണിച്ചു തരാനുള്ള ഒരു ചുറ്റുപാട് അവർക്ക് ഉണ്ടായി കൊടുക്കും. അതെ ഇല്ല, അതൊരു മറുപടിയാ. ഏത്
ഞാനിന്നലെ എപ്പോഴും ചോദിക്കില്ല. ഇല്ല, പരിശോധിക്കുന്ന ഇപ്പൊ തെറ്റില്ലാന്ന് ഇപ്പൊ നമുക്ക് തന്ന ആളുകളെ പ്രവർത്തനം കൊണ്ട് തെളിയല്ലോ. ആയിക്കോട്ടെ, അത് അയാൾക്ക് പറ്റില്ല. അല്ല, നമ്മളിപ്പോ കാണിച്ചു കൊടുക്കാത്തതിന് എന്താ പിന്നെ കാരണം പറയാ? എനിക്കറിയില്ല, ഞാനതിന്റെ ഇടപെടൽ തന്നെ പറയും. അല്ല, ഇതാ ഇപ്പൊ കൈവശമുള്ളത് എന്നേക്കാൾ കൊണ്ട് ദിവസമായില്ലേ? അല്ല, ഞാനെല്ലാവരും ഞാൻ പറയില്ല. ഇതില് സംശയമൊന്നുമല്ലല്ലോ. അത് പേരോടാ പറയണത്. ഞാനതിലിടപെടും, പേരോടെന്നെ ഇടപെടൂല. പിന്നെ ആരാ സുഹൃത്തുക്കൾ ഇടപെടാനി? ഞങ്ങൾക്കൊരു ടെസ്റ്റ് വേണം. ബഹുമാനപ്പെട്ട കോടതി അവരോട് ചോദിച്ചു, എങ്ങനെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യും? അവര് പറഞ്ഞു, ആ മുടി തന്നാൽ ഞങ്ങൾ ആ മുടിയിലേക്ക് ടോർച്ച് വെക്കിയാൽ അതിന് നിഴല് വരുമോ ഇല്ലയോ? അതിന് നിഴലുണ്ടെങ്കിൽ അത് മുഹമ്മദ് നബിയുടെ മുടിയല്ല. അതിന് നിഴല് വരുന്നുണ്ടോ? അത് മുഹമ്മദ് നബിയുടെ മുടിയല്ല. നിഴല് ഇല്ലെങ്കിലേ ഞങ്ങൾക്കത് സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. അവരെ അടിച്ചു എന്നാണ്. ആ രോമത്തിനും ആ മുടിക്ക് നിഴല് വന്നില്ല എന്നാണ്. സുബ്ഹാനല്ലാഹ്. എന്താ ഒരു കഷ്ടം അല്ലേ? ഒരാൾ പറയാൻ നോക്കാൻ പറ്റൂല, മറ്റയാൾ പറയാൻ നോക്കണം, മറ്റയാൾ പറയാൻ നോക്കൽ ഹറാമാണ്. ഇതൊക്കെ പാടെ കേട്ടാ ഇവരെ സ്ഥിതി എന്തേ കാര്യം? ഇതിങ്ങനെ ഇപ്പൊ ഒരു തല മുതൽ മറ്റൊരു തല വരെ ഒന്ന് കേട്ടോ കാണി. ഇതിങ്ങനെ കേട്ടിട്ടൊരു ഞാൻ അങ്ങനെ ആലോചിക്കും, എന്താ പടച്ചോനെ ഇവർക്ക് സംഭവിച്ചിട്ടുള്ളത്? ഇതിങ്ങനെ ആകങ്ങട്ട് കേട്ട് ഇടങ്ങേറായിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഇവരിങ്ങനെ നട്ടപ്പിരാന്ത് പിടിച്ച് നിൽക്കുക. കാരണം ഓരോ മനുഷ്യന്മാരും ഓരോന്നാ പറയാം. ഒരാൾ പറയണത് മറ്റയാൾ അംഗീകരിക്കൂല, മറ്റയാൾ പറയണത് ഇയാൾ അംഗീകരിക്കൂല, ഇയാൾ പറയണത് മറ്റയാൾ അംഗീകരിക്കൂല എന്ന് ഇങ്ങനെ ആകെ തിരിയല്ലേ? അപ്പോൾ ഇതൊക്കെ ഇതിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ്. നമ്മൾ ഇവരുടെ ഓരോ കാര്യങ്ങളും, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കള്, കൃത്യമായി ഇവരോട് പറയുന്ന ഓരോ കാര്യങ്ങളും കേൾക്കാൻ തയ്യാറാകുകയാണെങ്കിൽ ഇതിനൊക്കെ എത്രങ്ങാനുമാണ്. അലവി സക്കാഫി ബോട്ട് കുറേയുണ്ട്, ഇൻഷാ അല്ലാഹ് പിന്നെ കാണാം. അപ്പോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇവരൊക്കെ ഇങ്ങനെ മാറിയും മറിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവർ പറയുന്ന കാര്യങ്ങൾക്ക് ഇവർ തന്നെ മറുപടി പറഞ്ഞു. ഇപ്പൊ പുതിയ മറുപടി നമ്മയൊക്കെ വേറെ കുറെ കിടക്കുന്നുണ്ട്. അതായത് മുറിയൂല, ഇപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ മുഅ്ജിസത്താണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് കാന്തപുരം പറയാം. ഖുർആനാണല്ലോ അല്ലെ മർക്കസ് സഖാഫത്ത് സുന്നിയാണല്ലോ ഖുർആൻ എപ്പോഴും വാക്കിയായ മുഅ്ജിസത്താണ് നേപ്പി പറയുമ്പോ അല്ലേ ചെയ്തത്. അവർ അവിടെ ഒരാൾക്കും പോറലേൽപ്പിച്ചിട്ടില്ല. സഹോദരന്മാരെ എല്ലാവരും ഒരു ശബ്ദവുമില്ലാതെ വളരെ സമാധാനപരമായി നടക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത വലിയ നിഅമത്താണ് ഈ കാര്യമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം അവിടുത്തെ മുഅ്ജിസത്ത് ബാക്കിയായ ആ മുഅ്ജിസത്തിൽപ്പെട്ട ഒരു മുഅ്ജിസത്താണ്. വറഫഅനാ ലക ദിക്റക എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ആയത്തിന്റെ സാക്ഷാത്കാരവുമാണ്. ലോകത്ത് ആര് തന്നെ എതിർത്താലും, ആര് തന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചാലും, ആര് തന്നെ എന്ത് ഭേദഗതി കൊണ്ടുവരാൻ ശ്രമിച്ചാലും അതൊന്നും സാധിക്കാത്ത വിധം അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള മഹബത്ത് വെക്കുന്ന മുഹിബ്ബീങ്ങളെ അള്ളാഹു തആല വർദ്ധിപ്പിക്കും. അത് ഇവർ പോലീസ് കേസ് കൊടുത്തിട്ട് തിരിച്ചു വാങ്ങിയിരുന്നു. അതായത് ആ തിരിച്ച് ഇവര് കിട്ടിയപ്പോ നൗഷാദ് ഹസീനെ അടക്കം കുറെ ആളുകൾ അത് പിന്നെ മൗലിദൊക്കെ ചൊല്ലി ഫലവൽ ബദറുകളൊക്കെ പാടിയിട്ടാണ് അതൊക്കെ പറഞ്ഞു. പിന്നെ സ്റ്റാൻഡിന്റെ കൂടിയതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു. എല്ലാം വളരെ റോങ് പരിപാടിയാണ്. എല്ലാം എനിക്ക് സ്റ്റാൻഡ് വിഷയം ഞാൻ ഇന്ന് പറഞ്ഞത് അത് ഇവർ ഇസ്ലാമിക് സെന്ററിൽ കോഴിക്കോട്
അവിടെ അടിച്ചു വരുന്ന അമ്മു എന്ന് പറയുന്നൊരു സ്ത്രീയുടെ മുടിയാവോരോ ഇവർ ജാലിയവാലയ്ക്ക് ഇവർ തിരിച്ചു കൊടുത്തത്. സത്യനാഥമാണ് കേട്ടത്. തിരിച്ചു കൊടുത്തത്. സത്യനാഥമാണ് കേട്ടത്. അപ്പൊ കേട്ടത്. അപ്പൊ അതാണ് തിരിച്ചെടുത്ത് അമ്മൂന്റെ മുടിയെ തിരിച്ചു കൊടുത്ത് ഞാനും കേട്ടുകൊള്ളു. തിരിച്ചു നോക്കുമ്പോ വിശ്വസ്തമായി അവര് കൊടുക്കുന്ന നമുക്ക് എന്തെയ്യോ അതൊന്നും അപ്പൊ ഇവര് പറയുന്ന വെച്ചാല് ജാലിയവാലയ്ക്ക് അയാൾക്ക് തന്ന മുടി പോലും എന്താ പൊന്മുള കൊടുക്കുമ്പോ ഈ മുടി വാങ്ങുമ്പോൾ ആരുതാണ് എന്താ നോക്കണ്ടേ, വിശ്വസ്തനാണോ ഇല്ലേ നോക്കണം എന്നാ പൊന്മുള പറയുന്ന കൂടെ. നോക്കണ്ടെന്നാണ് ഇത്ര നേരം പറഞ്ഞിരുന്ന മറ്റേ. തിരിച്ചു വാങ്ങുമ്പോ അതുപോലും ഉറപ്പിക്കാൻ ഇയാൾക്ക് കഴിയുന്നില്ലാന്ന് ഇവർക്കും പറയുന്നത്. എന്നിട്ട് ഇവര് പറയും അമ്മു ജീവനോടുണ്ട്, അമ്മു ജീവനോടുണ്ട്. ഇവര് പറയും അമ്മു ജീവനോട് എന്നിട്ട് ഇവര് പറയും അമ്മു ജീവനോടുണ്ട്, അമ്മു ജീവനോടുണ്ട്. ഇനി അമ്മുവിന്റെ മുടിയാണെന്ന് തെളിയിക്കാൻ ഒരു DNA ടെസ്റ്റ് നടത്താൻ നമ്മൾ തയ്യാറാണെന്ന് ഇവർക്കും പറയുന്നത്. അതിന് തിരിച്ചിരുന്നു. ആ തിരിച്ച് ഇവര് കിട്ടിയപ്പോൾ നൗഷാദ് അസിന്റെ അടുത്ത് കുറെ ആളുകൾ അത് പിന്നെ മൗലികൊക്കെ ചെയ്തു തലവൽ ബദറുകളൊക്കെ പാടിയിട്ടാണ് അതൊക്കെ ഞങ്ങളെന്നാൾ പറഞ്ഞു. ഞങ്ങളെന്നാണ് പിന്നെ കൂടിയപ്പോഴത്തേക്ക് പറഞ്ഞു എല്ലാം വളരെ റോങ് പരിപാടിയാണ്. എല്ലാം എന്നിട്ട് ഉസ്താദിന്റെ വിഷയം ഞാൻ ഇന്ന് പറഞ്ഞത് അത് ഇവർ ഇസ്ലാമിക് സെന്ററിൽ കോഴിക്കോട് അവിടെ അടിച്ചു വരുന്ന അമ്മു എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ മുടിയാവോരോ ഇവര് ജാലിയവാലയ്ക്ക് ഇവർ തിരിച്ചു കൊടുത്തത്. സത്യനാഥമാണ് കേട്ടത്. അപ്പൊ അതാണ് തിരിച്ചെടുത്ത് അപ്പൊ എന്നിട്ട് അല്ലെങ്കിൽ എന്തായാലും അർത്ഥം തിരിച്ചു നോക്കുമ്പോ വിശ്വസ്തമായി അവര് കൊടുക്കുന്ന നമുക്ക് എന്തെയ്യോ അതെന്ന് അപ്പൊ ഇവര് പറയുന്ന വെച്ചാല് ജാലിയവാലയ്ക്ക് അയാൾക്ക് തന്ന മുടി പോലും തിരിച്ചു വാങ്ങുമ്പോ അതുപോലും ഉറപ്പിക്കാൻ ഇയാൾക്ക് കഴിയുന്നില്ലാന്ന് ഇവർക്കും പറയുന്നത്. എന്നിട്ട് ഇവര് പറയും അമ്മു ജീവനോടുണ്ട്, അമ്മു ജീവനോടുണ്ട്. ഇനി അമ്മുവിന്റെ മുടിയാണെന്ന് തെളിയിക്കാൻ ഒരു DNA ടെസ്റ്റ് നടത്താൻ നമ്മൾ തയ്യാറാണെന്ന് ഇവർക്കും പറയുന്നത്. ഇപ്പൊ ആള് അമ്മൂനെ കണ്ടിരിക്കുമല്ലോ, അമ്മൂന്റെ അടുത്ത് കേട്ടില്ലേ, അത് പച്ചക്കള്ളമാണ്, യാതൊരു സംശയവും അതിലില്ല. സുനിപ്പേ അത് പച്ചക്കള്ളമാണോ കേട്ടില്ലേ, അത് ആള് അമ്മൂനെ കണ്ടിരിക്കുമല്ലോ, അമ്മൂന്റെ അടുത്ത് മുടി വാങ്ങിയും കണ്ടിരിക്കുമല്ലോ, അതൊരു പച്ചക്കള്ളമാണെന്ന് അതിൽ തന്നെ മനസ്സിലാവുമല്ലോ. കേട്ടില്ലേ, അത് പച്ചക്കള്ളമാണ്, യാതൊരു സംശയവും അതിലില്ല. സുന്നി പ്രവർത്തകർക്ക് ആർക്കും അതിലൊരു സംശയമില്ല കേട്ടാ. ഒരു സന്ദേഹമുള്ളവൻ നേരത്തെ ഉസ്താദ് പറഞ്ഞ പോലെ അന്നം തിന്നണ്ട, ചോറില്ലണ്ട, ചോറ് വെക്കണ പാത്രത്തിന്റെ അടുത്ത് കൂടെ പോയാൽ പോലും പറയില്ല അത് കേട്ടാ. അങ്ങനെ പൊന്മുളസ്താവോ അല്ലെങ്കിൽ മറ്റുള്ളവരോ പറഞ്ഞിട്ടില്ല. അതൊക്കെ പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നതാണ് എന്നാ പറയുന്നത്. ഞാൻ ഇന്ന് പറഞ്ഞത് അത് ഇവർ ഇസ്ലാമിക് സെന്ററിൽ കോഴിക്കോട് അവിടെ അടിച്ചു വരുന്ന അമ്മു എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ മുടിയാവോരോ ഇവർ ജാലിയവാലയ്ക്ക് ഇവർ തിരിച്ചു കൊടുത്തത്. സത്യനാഥമാണ് കേട്ടത്. അപ്പൊ ആ തിരിച്ച് ഇവര് അതൊക്കെ ഞങ്ങളെന്നാൾ പറഞ്ഞു. ഞങ്ങളെന്നാണ് പിന്നെ കൂടെ കേട്ടില്ലേ, അത് പച്ചക്കള്ളമാണ്, യാതൊരു സംശയവും അതിലില്ല. സുന്നി പ്രവർത്തകർക്ക് ആർക്കും അതിലൊരു സംശയമില്ല കേട്ടാ. ഒരു സന്ദേഹമുള്ളവൻ നേരത്തെ ഉസ്താദ് പറഞ്ഞ പോലെ അന്നം തിന്നണ്ട, ചോറില്ലണ്ട, ചോറ് വെക്കണ പാത്രത്തിന്റെ അടുത്ത് കൂടെ പോയാൽ പോലും പറയില്ല അത് കേട്ടാ. അങ്ങനെ പൊന്മുളസ്താവോ അല്ലെങ്കിൽ മറ്റുള്ളവരോ പറഞ്ഞിട്ടില്ല. അതൊക്കെ പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നതാണ് എന്നാ പറയുന്നത്. ഓക്കെ, മറ്റുള്ളവർ മൈക്കൊടുത്തു. ഇത് ഉസ്താദ് ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് തെലവൽ ബദറുകളൊക്കെ പാടിയിട്ടാണ് അതൊക്കെ ഞങ്ങളെന്നാൾ പറഞ്ഞു. ഞങ്ങളെന്നാൾ പിന്നെ കൂടിയപ്പോഴത്തേക്ക് പറഞ്ഞു എല്ലാം വളരെ റോങ് പരിപാടിയാണ്. എന്താ ഒരവസ്ഥ ഇല്ലേ. ഇത് ഇവരെന്നെ പരസ്പരം റോങ് ആണ്, ഇത് പിന്നെ അമ്മൂന്റെ മുടിയാണ്, ഇതൊക്കെ ഇവർ പരസ്പരം അംഗീകരിക്കുകയാണ്. പരസ്പരം ഇത് ഇവർ അംഗീകരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇവർ തന്നെ ഇത് വിശദീകരിക്കുകയും ചെയ്യാണ്. ഇത് റസൂലുള്ളാഹിന്റെ തിരുകേശമാണ് അല്ലേ. അതുപോലെ മുഅ്ജിസത്ത് മുറിയും, അതിന് എന്തൊക്കെ തെളിവുകളാണ് ഇവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാ ഇനി വേറെ ക്ലിപ്പ് കേട്ടോ നിങ്ങള്.
ഈ ക്ലിപ്പ് ഇപ്പൊ ആരാ അത് പുറത്തു വിടുന്നതാരാ? ക്ലിപ്പ് പുറത്തു വിടുന്ന ആളുകളെ കുറിച്ച് ഒരു അഭിപ്രായം എന്താണ്? പ്രസംഗിക്കുന്നതും പറയുന്നു, ഫോൺ ചെയ്യുന്നു, വർത്താൻ പറയുന്നു. സുബഹാന, ഞാൻ ഈ അടുത്ത ഒരു സ്ഥലത്ത് ഒറ്റന്റെ നിക്കാഹിന് പോയി. ക്ലിപ്പിന്റെ മാസ്റ്റർ ഓരോ നിക്കാഹിന്റെ സമയത്ത് ഞാൻ വർത്താൻ പറയുന്ന അടക്കം പിടിച്ചെത്തിയേ ഒന്നും പിടിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ നമ്മൾ ആദ്യം തന്നെ ഓർപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഒമായൽ കുടുംബം കൗലില്ലാതെ ദുന്യാവിൽ റിക്കാർഡിനേറ്റവരുടെ റിക്കാർഡല്ല നമ്മുടെ വിഷയം. അള്ളാഹു തആല ഓരോ മനുഷ്യന്റെയും ഓരോ വാക്കും റിക്കാർഡ് ചെയ്യാൻ നമ്മ മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ മലക്കുകളുടെ റിക്കാർഡിനെ മറികടക്കുന്ന ഒരു റിക്കാർഡുകാരനുമില്ല. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവന് ഒന്നും തന്നെ ഭയപ്പെടേണ്ടതില്ല. ഞാനിപ്പോഴത്തെ ക്ലിപ്പുകാരനെ സംബന്ധിച്ച് അതേപോലെ സുന്നത്തിയമാറ്റിന്റെ പ്രവർത്തകനാണെന്ന് ഞാനേത് ഒരു പ്രശ്നത്തിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെയാണ് പിന്നീട് ഓർക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞില്ല സുന്നത്തിയമാറ്റിന്റെ പ്രവർത്തകനാണ്. പറഞ്ഞ സമയത്ത് എല്ലാവർക്കും അങ്ങനെയാണ്. പിന്നെ നോക്കുമ്പോൾ സുഖാനുള്ള ഞാൻ ഉപദേശിച്ചതടക്കം ക്ലിപ്പാക്കിയിട്ട് വേറുള്ളൊരു കേൾപ്പിക്കുന്നു. മൂപ്പര ക്ലിപ്പ് ഉണ്ടാക്കാൻ പറഞ്ഞപ്പോ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പറയുന്ന ക്ലിപ്പ് പ്രസംഗിക്കണ തന്നെ ഞാൻ പറയുന്ന കാര്യത്തിന് മൂപ്പര് പിന്നെ നോക്കുമ്പോ ക്ലിപ്പാക്കുകയാണ്. അപ്പൊ ആള് കുഴപ്പക്കാരനായി. അതുവരെ മൂപ്പര് പന്മാട് ക്ലിപ്പാക്കാൻ പറഞ്ഞപ്പോ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അല്ലേ? ഞാൻ ആരുടെ ക്ലിപ്പാക്കാൻ പറയുന്ന സമയത്തും അയാൾ ക്ലിപ്പാക്കി ഒന്നൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ നോക്കുമ്പോ മൂപ്പര് ഇന്ത്യ തന്നെ ക്ലിപ്പാക്കുകയാണ്. അപ്പോഴാണ് ഞാൻ മൂപ്പര് തെറ്റാണെന്ന് പറഞ്ഞത്. ഇവരൊക്കെ ഒരു കഥ എന്നാലോചിച്ചോക്കാണ് നിങ്ങൾ. ഇനി സനത് ചോദിക്കാൻ പറ്റുമോ? എന്താ ഒരു അഭിപ്രായം എന്താണ്? സനത് ചോദിക്കാൻ പറ്റുമോ പറ്റൂലേ? ഇവരെ അഭിപ്രായം പറയണ്ടേ? സനത് ചോദിക്കുന്നതിന് സത്യത്തിൽ ഇവരെതിരാണോ? സനത് ഇവരെ ചോദിച്ചിട്ടില്ലേ? ഇതൊക്കെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും ചിന്തിക്കണം. പേരോട് തന്നെ സനത് ചോദിക്കുന്നുണ്ട്. ഇതാക്കട്ടുള്ളൂ. ഇയാളെ ഞാൻ പിടിച്ച് കെട്ടുന്നത് ശരിക്കും നോക്കിക്കോളൂ. കെട്ടയച്ചു പോവാൻ മരണം വരെ അയാൾക്ക് കഴിയൂല. ശരിക്കും നോക്കിക്കോളൂ. എന്നാൽ നിങ്ങൾ കുറച്ച് ആധാരം പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ പ്രസംഗത്തിൽ. അതൊന്ന് ആദ്യം വരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി, നബി തങ്ങളുടെ വടി, നബി തങ്ങളുടെ മെതിയടി, നബി തങ്ങളുടെ തോൽപാത്രം, നബി തങ്ങളുടെ തലപ്പാവ്, നബി തങ്ങളുടെ ജുബ്ബ, നബി തങ്ങൾ രാജാക്കന്മാർക്ക് എഴുതിയ കത്തുകൾ, ഇങ്ങനെ നിരവധി ശേഷിപ്പുകൾ ലോകത്ത് സൂക്ഷിപ്പുണ്ട്. അതൊക്കെ തിരുവാണ്. മുസ്ലിമീങ്ങളെ ബഹുമാനിക്കും. കുറച്ചല്ലോ. അപ്പൊ തിരു സൂക്ഷിപ്പുണ്ട് കുറച്ചല്ലോ. ഇനി ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. നിങ്ങളാ പറഞ്ഞ വസ്തുക്കൾക്ക് വലത്തോട്ട് തുപ്പാത്ത ആളുകൾ മുഖേനയുള്ള സെനറ്റ് കൊണ്ടുവന്ന് തെളിയിക്കൂ മുസ്ലിയാരേ. ആ സെനറ്റ് കൊണ്ടുവരാത്ത കാലത്തോളം നിങ്ങൾ റസൂലുള്ളാഹിന്റെ പേരിൽ കള്ളം പറഞ്ഞവരാണ് എന്നല്ലേ നിങ്ങളെ വാദം? അങ്ങനെയുള്ള സെനറ്റ് ഇല്ലെങ്കിൽ കള്ളം പറഞ്ഞു എന്നല്ലേ വാദം? റസൂലുള്ളാഹിന്റെ മെതിയടി അടക്കം പലതും സൂക്ഷിപ്പുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു. മുടി സൂക്ഷിപ്പുണ്ടെന്ന് പറഞ്ഞു. അത് തിരുവാണെന്ന് പറഞ്ഞു. അതിന് വലത്തോട്ട് തുപ്പാത്ത ആളുകൾ യഥാ സൂക്ഷിച്ചവര് മുതൽക്ക് അള്ളാഹിന്റെ റസൂല് വരെ തുടരെയുള്ള ഒരു സെനത് ഓ കുര്യാട് മൗലവി കൊണ്ടുവന്ന് തെളിയിക്കാൻ കഴിയോ? നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുന്നു 1000 കുതിരശക്തിയോടെ. നിങ്ങളെ മാത്രമല്ല, നിങ്ങളെ SKSSന്റെ സ്ഥാപക പ്രസിഡന്റിനെയും വലത്തോട്ട് തുപ്പാത്ത ആളെയും അതുപോലെ നിങ്ങളുടെ കള്ളം പറയുന്ന എല്ലാ കക്ഷികളെയും ഞാൻ വെല്ലുവിളിക്കുന്നു. നിങ്ങൾ പറഞ്ഞ സാധനത്തിന്റെ ഒരു സെനത് നാളെ നിങ്ങൾക്ക് പത്രത്തിൽ പ്രസിദ്ധീകരിക്കാൻ കഴിയോ? മൂപ്പർക്ക് വെല്ലുവിളിക്കുന്നതിനൊരു കുഴപ്പമില്ല. മൂപ്പർക്ക് ആരെ വേണമെങ്കിലും വെല്ലുവിളിക്കാം. അതിന് മൂപ്പർക്ക് ഒരു കുഴപ്പമില്ല. അതേസമയം വേറെ ആർക്കും വെല്ലുവിളിക്കാൻ പറ്റൂല. മൂപ്പർക്ക് മാത്രമേ വെല്ലുവിളിക്കാൻ പറ്റുള്ളൂ അല്ലേ? വേറെ ആര് വെല്ലുവിളിച്ചാലും പ്രശ്നം. കാരണം മൂപ്പരാരെ വെല്ലുവിളിച്ചാലും കുഴപ്പമില്ല. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഇതൊക്കെ ഒരു കുടുങ്ങിയിട്ട് പറയുന്ന കാര്യങ്ങളാണ്, അല്ലാതെ കുടുങ്ങിന്റെ മുമ്പല്ല. വാഴ എന്ന് പറഞ്ഞാൽ കുറെ ചീത്ത പറയലല്ല. വാഴ എന്ന് പറഞ്ഞാൽ കുറെ വെല്ലുവിളിക്കലല്ല. വാഴ എന്ന് പറഞ്ഞാൽ കുറെ തർക്കിക്കലല്ല. വാഴ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ആവശ്യമില്ല പറഞ്ഞു കൊടുത്തത്. അതാ
അത് വിശ്വാസപരമായ രംഗത്തും പറഞ്ഞു കൊടുക്കണം, കർമ്മപരമായ രംഗത്തും പറഞ്ഞു കൊടുക്കണം, സ്വഭാവത്തിന്റെ രംഗത്തും പറഞ്ഞു കൊടുക്കണം. ജനങ്ങൾക്ക് ആഹ്റം രക്ഷപ്പെടാറ് സ്വർഗത്ത് കടക്കാൻ ആവശ്യമില്ല പറഞ്ഞു കൊടുക്കണം. അതാണ് വയറ്. വയറ് എന്ന് പറഞ്ഞാൽ കുറേ വെല്ലുവിളിക്കുക. സുബ്ഹാനല്ലാഹ്. ഒരു മിനിറ്റിൽ 4 വെല്ലുവിളിക്കുന്നവരുണ്ട്. ഒരു മിനിറ്റിൽ 4 വെല്ലുവിളിക്കും. ഒരു മിനിറ്റ് 4 വെല്ലുവിളി നടത്തി. ഞാൻ വെല്ലുവിളിക്കുന്നു SKSSFക്കാരെ ഞാൻ വെല്ലുവിളിക്കുന്നു, മറ്റേ ആ പറഞ്ഞ മൗലവി ഞാൻ വെല്ലുവിളിക്കുന്നു, ഈ പറഞ്ഞ ആളെ ഞാൻ വെല്ലുവിളിക്കുന്നു, ഞാൻ വെല്ലുവിളിക്കുന്നു 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 എന്ന് പറഞ്ഞ ആളിപ്പോ കുടുങ്ങി അല്ലേ? ഇപ്പൊ വെല്ലുവിളിക്കാൻ പറ്റൂല. പ്രസംഗം എന്ന് പറഞ്ഞാൽ അതല്ല, വെല്ലുവിളിക്കലല്ല. ഇവർക്ക് വേണ്ട സമയത്ത് ഓരോന്നോരോന്ന് അദ്ദീനു അന്നസീഹ അല്ലേ? ഓരോ സമയത്ത് ഓരോന്നങ്ങനെ പറയാം. ഈ ഷാർപ്പന്റ് നിങ്ങൾ വേണമെങ്കിൽ മൈക്കിൽ വന്നുണ്ട്, വൈസാൻഡി നിങ്ങൾ മൈക്കിൽ വന്നു, നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ള അവസരം എപ്പോഴും ഉണ്ട് അല്ലേ? ഈ കണ്ടോളി ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ. എന്നില്ല, അത് പൊട്ടത്തരമാണ്. കാരണം എന്തുകൊണ്ട്? നബിതങ്ങൾക്കില്ല എന്നുള്ളതിൽ ില്ല എന്നതും. ഇനി അടുത്തത് കേട്ടോ, കരിയലുമായി ബന്ധപ്പെട്ട് പറയുന്നത് അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി കത്തിച്ചാൽ കത്തൂല, അങ്ങനെ ആ കിതാബിൽ പറഞ്ഞിട്ടില്ല. അതിൽ പറഞ്ഞത് തീയിൽ നബിതങ്ങളുടെ ഒരു മുടി വീണാൽ കരിയൂല. തീയിലിട്ടാ കരിയൂല എന്നല്ല, എറിഞ്ഞാ കരിയൂല എന്നല്ല, കത്തിച്ചാ കരിയൂല എന്നല്ല, വീണാൽ കരിയൂല. അതേതുപോലെ ഹദീസിൽ നിങ്ങൾക്ക് കാണാം, ലൗ കുതിബൽ ഖുർആൻ ഫീ ഇഹാബിൻ സുമ്മ ഉൽഖിയ ഫിന്നാരി മഹ്തറഖ. അതൊരു ഹദീസാണ്. ഖുർആൻ ഒരു തോലിൽ എഴുതിയിട്ട് തീയിൽ ഇടപെട്ടാൽ മഹ്തറഖ, അത് കരിയൂല. എന്നാ പിന്നെ ഒരാൾ പറയാണ് ഇത് ഖുർആനാണോ എന്നൊന്ന് പരിശോധിക്കാം. ഒരു തോൽ എഴുതിയിട്ട് നമ്മളും തീയിലിട്ട് വെക്കുക. കരിയുന്നില്ലെങ്കിൽ ഖുർആനാണ്, കരിയുന്നുണ്ടേ ഖുർആനല്ല. എന്താണ് ഈ പറഞ്ഞത്? ഞാൻ ഈ ഇബാറത്ത് വായിച്ചത് കേട്ടോ. ഏത് സീറത്തുൽ ഹലബിയിലാണ് മുമ്പ് വായിച്ചത്. എന്താ ഉള്ളത്? എന്താ പറഞ്ഞ്? അള്ളാന്റെ റസൂലിന്റെ ഷഹ്റ് മുബാറക്കിൽ നിന്ന് എന്തെങ്കിലും ഒരു വസ്തു വീണാൽ ഇതിനർത്ഥം വെച്ചതാണ് ലാ യഹ്തരിഖു, കരിയുകയില്ല. അപ്പൊ മുമ്പ് ഗവേഷണം, വീണാൽ കത്തൂലെന്നേ ഉള്ളൂ, അപ്പൊ ഇട്ടാൽ കത്തൂല എന്നില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നല്ല സെക്രട്ടറിയെയാണ് കിട്ടിയത്. സുബ്ഹാന ജല്ല ജലാലുഹു. വഖഅ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നിങ്ങൾ ആദ്യം പഠിക്കണം ഉസ്താദേ. വഖഅ എന്ന് പറഞ്ഞാൽ വീണാലും ഇട്ടാലും ഒക്കെ പറയാൻ പറ്റും. അഥവാ റസൂലുള്ളാഹിന്റെ ഷഹ്റ്, അവിടുത്തെ മുടി, അവിടുത്തെ ഷഹ്റ്. നൗഷാദേ, നിങ്ങൾ അവിടെ നിൽക്കും. അലവി സക്കാഫിയുടെ മറുപടി പറഞ്ഞു കൊടുത്തോക്കട്ടെ, എന്നിട്ട് മൂപ്പർക്ക് മനസ്സിലാണ്ടോക്കെ ആദ്യം. മറ്റ് പണ്ഡിതന്മാർ ഇമാം ഹാഫിദ് അബ്ദുർ റസാഖിൽ നിന്ന് ഉദ്ധരിച്ചവർ ആരൊക്കെയാണ്? ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി. എത്രയോ ലക്ഷക്കണക്കിന് ഹദീസ് പാണ്ഡിത്യമുള്ളവരാണ്. ഇമാം ബൈഹഖി, ഇമാം ഖത്തല്ലാനി, ഇമാം ഇബ്നു ഹജർ, ഇമാം ഫാസി, ഇമാം നിവാമുദ്ദീൻ നൈസാബൂരി, ഇമാം ഹാഫിദ് ഇബ്നുൽ ജൗസി, സഹോദരന്മാരെ ഷെയ്ഖ് അബ്ദുൽ കരീമുൽ ജീലി തുടങ്ങി ഒട്ടനേകം പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ട ഹാഫിദ് അബ്ദുർ റസാഖിൽ നിന്ന് ഈ ഹദീസ് ഉദ്ധരിച്ചത് നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറിനെയാണ് അള്ളാഹു ആദ്യം പടച്ചിട്ടുള്ളതെന്ന് കുറിക്കുന്ന ഹദീസ് ഹാഫിദ് അബ്ദുർ റസാഖ് എന്ന് പറയുന്നവർ തന്റെ മുസ്തന്നഫിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ ഹദീസ് ഇത്രയും പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പൊ ഒരു ചോദ്യമുണ്ട് വിദ്യാർത്ഥികൾക്ക്, എന്താണ്? എന്നാൽ ഇന്നുള്ള മുസന്നഫിലെ എത്രാം പേജ് ഏത് വാല്യത്തിലാണ് ഹദീസ് ഉള്ളതൊന്ന് കാണിച്ചു തരാമോന്നാണ് നിങ്ങൾ ശ്രദ്ധിക്കണം. അവരാ ചോദ്യം അത് അപ്രസക്തമല്ല. എന്തുകൊണ്ട്? ഇന്നുള്ള മുസന്നഫ് എന്ന് പറയുന്ന ഗ്രന്ഥം വാല്യങ്ങളുള്ള ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥം പ്രിന്റ് ചെയ്യുന്നത് ആരാണെന്ന് അറിയാമോ? അതിന് നേതൃത്വം നൽകിയ വ്യക്തി ഇത് അലവി സക്കാഫിയാണ് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നു മുസന്നഫ് എന്ന് പറയുന്ന ഗ്രന്ഥം അതിന്റെ രചയിതാവ് ഞാൻ പറഞ്ഞല്ലോ ഹാഫിദ് അബ്ദുർ റസാഖാണ്. അതായത് ഇതര 211 വഫാത്തായ പണ്ഡിതൻ. ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഒക്കെ ഉസ്താദുമാരിൽ പെട്ട മഹാത്മാവാണ്. ഇതര 211 1200 കൊല്ലം മുമ്പ് ജീവിച്ച പണ്ഡിതനാണ്. ഇതും കുറെ മുമ്പത്തെ പ്രസംഗമായിട്ടില്ല ഇവിടെ. അദ്ദേഹം രചിച്ച ആ
മുസന്നഫ് ഹബീബുർ റഹ്മാൻ അഅ്വദി എന്ന് പറയുന്നയാൾ പ്രിന്റ് ചെയ്യുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ഈ മുസന്നഫിന്റെ എല്ലാ ഹദീസുകളും കൂടി എനിക്ക് കിട്ടിയിട്ടില്ല, ചില ഭാഗത്ത് ചില ഹദീസുകളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഞാൻ ഒരുപാട് കോപ്പികൾ പരതി, പക്ഷെ എല്ലാം കൂടി ഒത്തൊരുമിച്ചത് എനിക്ക് കിട്ടിയിട്ടില്ല. ഒന്നാം ഭാഗത്തിന്റെ ആദ്യ ഭാഗം, അതുപോലെ അഞ്ചാം ഭാഗത്തിന്റെ ചില ഭാഗം, മറ്റു ചില ഭാഗങ്ങളും എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ നോക്കിയ അസല് കോപ്പി, കയ്യെഴുത്ത് പ്രതി വിവിധങ്ങളായ മ്യൂസിയങ്ങൾ അല്ലെങ്കിൽ വിവിധങ്ങളായ ഗ്രന്ഥശേഖരങ്ങളുള്ള ഗ്രന്ഥാലയങ്ങളിൽ ഞാൻ പോയി നോക്കി, അവിടെയൊന്നും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ആരെങ്കിലും കണ്ടെത്തുന്നവർ ആ ഭാഗത്ത് ഇത് പൂരിപ്പിച്ചു കൊടുക്കണേ, അതിന് ഞാൻ സ്ഥലം ഒഴിച്ചിടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബുർ റഹ്മാൻ അഅ്വദി എന്ന് പറയുന്ന വ്യക്തി മുസന്നഫ് എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥം പ്രിന്റ് ചെയ്ത് പുറത്തിറക്കുകയാണ്. അപ്പൊ ഇത് പുറത്തിറക്കുന്ന വ്യക്തി തന്നെ പറയുന്നത്, എനിക്ക് എല്ലാ ഹദീസും എനിക്ക് കിട്ടിയ കോപ്പി അപൂർണമാണ് എന്നാണ്. ആ കോപ്പി കയ്യിൽ വെച്ചുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തുള്ള മുജാഹിദുകൾ ചോദിക്കുന്നത്, ഇതിലെവിടെയാണ് ഹദീസ് ഉള്ളത്? സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കുന്ന ആൾ കോപ്പി പ്രിന്റ് ചെയ്യുന്ന വ്യക്തി തന്നെ പറഞ്ഞതെന്താ? അത് മുഴുവനായിട്ടില്ല, ചില ഹദീസ് നഷ്ടപ്പോയി, എനിക്ക് കിട്ടിയിട്ടില്ല എന്നാണ്. ഞാൻ കിട്ടിയ കോപ്പിയിൽ, എനിക്ക് കിട്ടിയ കോപ്പിയിൽ ആ ഹദീസ് ഇല്ല എന്നാണ്. എന്നാൽ മുസന്നഫ് അബ്ദുർ റസാഖ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇത് ഉണ്ട് എന്ന് നൂറ്റാണ്ടിന് മുമ്പ് ജീവിച്ച മഹാത്മാക്കളായ പണ്ഡിതന്മാർ, ഇമാം ബൈഹഖിയെ പോലെ, ഇമാം ഖസ്സലാനിയെ പോലുള്ള പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു ഹദീസ് ഉണ്ട്. അടുത്ത കാലത്ത് പ്രിന്റ് ചെയ്ത ഈ ഹബീബുർ റഹ്മാൻ അഅ്വദി എന്ന് പറയുന്ന വ്യക്തി പ്രിന്റ് ചെയ്ത കിതാബിൽ ആ ഹദീസ് ഇല്ല എന്നതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഹദീസ് തന്നെ മുസന്നഫിലില്ല എന്ന് പറയാൻ പറ്റില്ല. ഇവർ കണ്ടിട്ടില്ല എന്നേ പറ്റുകയുള്ളൂ, അറിയുകയുള്ളൂ. എന്നാൽ സഹോദരന്മാരെ, നിങ്ങൾക്കറിയാമോ, ഈയിടെയായി ലബനാനിലെ ബൈറൂത്ത് എന്ന് പറയുന്ന സ്ഥലത്തിൽ നിന്ന് പ്രിന്റ് ചെയ്ത മുസന്നഫാണ്. ഈ മുസന്നഫ് അൽ ജുസ്ഉൽ മഫ്ഖൂദ് മിനൽ ജുസ്ഇൽ അവ്വൽ മിനൽ മുസന്നഫ്, ആ ഹാഫിദ് അബ്ദുർ റസാഖിന്റെ, ഇമാം ഹാഫിദ് അബ്ദുർ റസാഖിന്റെ അൽ മുസന്നഫ് എന്ന് പറയുന്ന കിതാബിൽ നിന്ന് നഷ്ടപ്പെട്ടുപോയ ഹദീസുകൾ സമാഹരിച്ചുകൊണ്ട്, ഒന്നാം ഭാഗത്തിൽ നിന്ന് നഷ്ടപ്പെട്ടുപോയ ഹദീസുകൾ സമാഹരിച്ചുകൊണ്ട് ഈയിടെയായി പുറത്തിറക്കിയ ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തിന് ഇതിന് നേതൃത്വം കൊടുത്തത് ദുബൈയിലെ മതകാര്യ വകുപ്പിന്റെ മുൻ ഡയറക്ടറും വലിയ പണ്ഡിതരുമായ ഷെയ്ഖ് ഡോക്ടർ റയീസ് ഇബ്നു അബ്ദില്ല എന്ന് പറയുന്ന മഹാപണ്ഡിതനാണ്, വലിയ ഹദീസ് പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇത് പ്രിന്റ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ഈ ഹദീസ് ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയ ആ ലൈബ്രറികളും അതിന്റെ വിശദാംശങ്ങളും അതിനുവേണ്ടി അദ്ദേഹം ഓടി നടന്ന് തെരഞ്ഞു പിടിച്ച കഥകളുമൊക്കെ ഇതിന്റെ ആമുഖത്തിൽ വളരെ വിശദമായി അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട്. സമയമില്ലാത്തത് കൊണ്ട് ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. അങ്ങനെയുള്ള മുസന്നഫിൽ, ഈ മുസന്നഫിൽ നമ്മുടെ നേരത്തെ ഇന്ന് പ്രിന്റ് ചെയ്തിട്ടുള്ള മുസന്നഫിൽ നിന്ന് നഷ്ടപ്പെട്ടുപോയ ഹദീസുകൾ സമാഹരിച്ചു വെച്ച ഈ കോപ്പിയിൽ സഹോദരന്മാരെ, നാം ഈ പറഞ്ഞ ഹദീസ്, ഇമാം ബൈഹഖി ഉദ്ധരിച്ച ഹദീസ്, ഇമാം ഖസ്സലാനി ഉദ്ധരിച്ച ഹദീസ്, ഇമാം ഇബ്നു ഹജർ ഉദ്ധരിച്ച ഹദീസ്, മറ്റു പണ്ഡിതന്മാരൊക്കെ ഉദ്ധരിച്ച ഹദീസ്, ആ ഹദീസ് ഇതിൽ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. ആ ഹദീസിൽ ഇതിൽ പറയുന്നത് കാണാം. 18-ാം നമ്പർ ഹദീസ്, ഹാഫിദ് അബ്ദുർ റസാഖ് അൻ മഅ്മരി അൻ ഇബ്നുൽ മുൻകസിർ അൻ ജാബിർ. ഹാഫിദ് അബ്ദുർ റസാഖ് എന്ന ഇതിന്റെ രചയിതാവ് തന്റെ ഉസ്താദ് മഅ്മരിൽ നിന്ന് ഉദ്ധരിക്കുന്നു. അദ്ദേഹം തന്റെ ഉസ്താദ് അൻ ഇബ്നുൽ മുൻകസിർ എന്നവരിൽ നിന്ന് ഉദ്ധരിക്കുന്നു. അദ്ദേഹം സഹാബിയായ ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു. ഖാല, ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, സഅൽതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനോട് ഞാൻ ചോദിച്ചു, അൻ അവ്വലി ശൈഇൻ ഖലഖഹു അല്ലാഹു തആല, അല്ലാഹു ആദ്യം പടച്ചത് ഏതാണ് നബിയേ എന്ന് ഞാൻ റസൂലുള്ളാഹിയോട് ചോദിച്ചു. അപ്പോൾ റസൂൽ പറഞ്ഞ മറുപടി, ഹുവ നൂറു നബിയിക യാ ജാബിർ ഖലഖഹു അല്ലാഹ്,
അത് നിന്റെ പ്രവാചകനായ മുഹമ്മദ് നബിയുടെ നൂറാണ് ആദ്യമായി പടച്ചിട്ടുള്ളത്. ജാബിറേ, ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ആ ഹദീസ്, സഹോദരന്മാരെ, ഇന്ന് നമുക്ക് ഹദീസിന്റെ ഗ്രന്ഥത്തിൽ തന്നെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനൊരു ഹദീസ് ഇല്ലെന്നോ, അത് ശരിയല്ലെന്നോ വാദിക്കുന്നത് നിരർത്ഥകമാണ്. അത് പ്രമാണങ്ങളെ കുറിച്ചുള്ള അറിവില്ലായ്മയാണെന്നേ ഇത് സംബന്ധമായി പറയാനുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ മൻഖൂസ് മൗലിദാവട്ടെ, മറ്റ് മൗലിദുകളാവട്ടെ, ആ മൗലിദുകളിലൊക്കെ പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറാണ് ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞ ആ പ്രസ്താവന അത് 100% ശരിയാണ്. ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്. ഹിജ്റ 211 വഫാത്തായ ഹാഫിദ് അബ്ദുർ റസാഖ് തന്റെ മുസന്നഫിൽ രേഖപ്പെടുത്തി വെച്ചതുമാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമത്, മൗലിദുകളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഏത് മൗലിദെടുത്ത് പരിശോധിച്ചാലും കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറിനെ അല്ലാഹു സൃഷ്ടിക്കുകയും എന്നിട്ട് ആദം നബിയെ പടച്ചപ്പോ ആ നൂറിനെ ആദം നബിയിൽ നിക്ഷേപിച്ചു. അതിനുശേഷം ആദം നബിയിൽ നിന്ന് നൂഹ് നബിയിലേക്കും ഇബ്രാഹിം നബിയിലേക്കും ഇങ്ങനെ പ്രവാചകന്മാരായ മഹാത്മാക്കളുടെ മുതുകുകളിലൂടെ നല്ലവരായ ഉമ്മമാരുടെ ഗർഭാശയത്തിലൂടെ ആമിന അബ്ദുള്ള ദമ്പതികളിലേക്ക് എത്തിച്ചേർന്നു എന്ന് നമ്മുടെ മൗലിദുകളിൽ കാണാം. ഇത് കള്ള പ്രസ്താവനയാണ്, ഇത് കള്ളത്തരമാണ്, നുണയാണ് എന്ന് മുജാഹിദുകൾ പറയാറുണ്ട്. മൻഖൂസ് മൗലിദ് നമുക്കറിയാം, നമുക്കൊക്കെ പരിചിതമായ ഹദീസിന്റെ വചനം, ഫലമ്മാ ഖലഖല്ലാഹു തആല ആദമ അലൈഹിസ്സലാം അൽഖാ ذلك النور في طينته فأثبتني الله في صلب آدم من الأرض وجعلني في سفينة في صلب نوح وجعلني في صلب الخليل إبراهيم عليه السلام حين قذف به في النار ولم يزل ينقلني ربي من الأصلاب الكريمة الفاخرة إلى الأرحام الزكية الطاهرة حتى أخرجني الله من بين أبوي ولم يلتقيا على كفاه قط. നമ്മളൊക്കെ പരിചിതമായ വരികളാണ്. എന്താ അതിൽ പറയുന്നത്? അല്ലാഹു ആദം നബിയെ സൃഷ്ടിച്ചപ്പോൾ റസൂലുള്ളാഹിന്റെ നൂറിനെ ആദം നബിയിൽ നിക്ഷേപിച്ചു. പിന്നെ ആദം നബി ഭൂമിയിലേക്ക് ഇറങ്ങിയപ്പോ അങ്ങനെ തന്റെ സന്താന പരമ്പരകളിലൂടെ നൂഹ് നബിയിലെത്തി. നൂഹ് നബി കപ്പലിൽ തൂഫാൻ എന്ന വെള്ളപ്പൊക്കമുള്ള ഉണ്ടായപ്പോ നൂഹ് നബി കപ്പലിലായപ്പോ നബി തങ്ങളെ നൂഹ് നബിയുടെ മുതുകിലായിരുന്നു. ഇബ്രാഹിം നബിയെ തീയിലെറിഞ്ഞപ്പോ ഇബ്രാഹിം നബിയുടെ മുതുകിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ നൂറുണ്ടായിരുന്നു. നമ്മളെ മൻഖൂസ് മൗലിദിലും മറ്റും മൗലിദിലൊക്കെ ഉള്ളതാണ്. മുജാഹിദുകൾ പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്, ഇങ്ങനെ ഇല്ല. വലം യസൽ യൻഖുലുനി റബ്ബി മിനൽ അസ്ലാബിൽ കരീമത്തിൽ ഫാഖിറാ. നല്ല നല്ല പിതാക്കന്മാരുടെ മുതുകുകളിലൂടെ അല്ലാഹു എന്നെ അല്ല നബിയെ, ഇത് പേരോടാപ്പ പറയണതേ. ഇട്ടാൽ കത്തൂലാന്നുള്ളൂ, പക്ഷെ എറിഞ്ഞാൽ കത്തും. ഇതിപ്പോ നമ്മളെ പേരോടാ പറഞ്ഞതേ. ഇതൊക്കെ ആള് മാറിയതാണ്. മുജാഹിദ് അല്ലപ്പോ പറയണത്, പേരോടാണ് പറയണത്. വാക്കികൾ പറയുന്നു. അവിടെ മുജാഹിദിനോട് പേരോട് നടത്താൻ പറഞ്ഞല്ലേ? ശുദ്ധരായ സ്ത്രീകളുടെ ഗർഭാശയത്തിലേക്ക് അല്ലാഹു എന്നെ നൂറിനെങ്ങനെ നീക്കിക്കൊണ്ടിരുന്നു. ഇത് കളവാണെന്നും സഹോദരന്മാരെ ഇത് ശരിയല്ലെന്നുമാണ് മുജാഹിദുകൾ പറയാറ്. ശറഫുൽ നമ്മൾ വരികളിലായി പാട്ടായിട്ട് പദ്യമായിട്ടാണ് ഇത് പറയാറുള്ളത്. നമുക്കറിയില്ലേ, സലാത്തും വതസ്ലീമും ഇതിന്റെ പ്രാമാണിക വശം എന്താണ്?
നമുക്കൊന്ന് പരതി നോക്കാം. ഹദീസിൽ ഇതുണ്ടോ ഇല്ലേ? നമ്മുടെ രാജ്യത്തെ മുജാഹിദുകൾ പറയുന്നത് വാത്തോലയാണ്, കള്ളക്കഥയാണ്. മുജാഹിദിന്റെ പേരോട് പൊന്മളാന്ന് അർത്ഥം വെച്ചാൽ മതി, എന്നിട്ട് മറുപടി കഴിക്കും. കാണാം ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു അബ്ദുൽ അസ്ഖലാനിയുടെ അൽ മസാലിബുൽ ആലിയ, അതുപോലെ ഹാഫിദ് ഇബ്നു കസീറിന്റെ താരിഖ് മദീനത്ത് ദിമഷ്കിൽ എന്ന ഗ്രന്ഥം, അതുപോലെ ഹാഫിദ് ഇബ്നു കസീർ തന്റെ അൽ ബിദായ വന്നിഹായ, എല്ലാ ഗ്രന്ഥങ്ങളിലും കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. എന്താ? ആദം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, ഫിദാക അബീ വ ഉമ്മീ അയിന കുൻത ആദമു ഫിൽ ജന്ന. നബിയെ, ആദം നബി സ്വർഗ്ഗത്തിലായിരുന്നപ്പോൾ തങ്ങൾ എവിടെയായിരുന്നു നബിയെ? നബി തങ്ങൾ പുഞ്ചിരിച്ചു. ഹത്താ പദത്തിന് വാജിതു, നബി തങ്ങളുടെ ആ പല്ലുകൾ വെളിപ്പെടുന്നത് വരേക്കും റസൂലുള്ളാഹി തങ്ങൾ പുഞ്ചിരിച്ചു. എന്നിട്ട് അവിടെ പറഞ്ഞു, റസൂലുള്ള പറയാണ്, കുന്തു ഫീ സുൽബിഹി, ഞാൻ ആദം നബിയുടെ മുതുകിലായിരുന്നു. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുതുകിലായിരിക്കവേ നൂഹ് നബി എന്നെയും കൊണ്ട് കപ്പലിൽ കയറുകയുണ്ടായി. അപ്പൊ നൂഹ് നബി കപ്പലിലായപ്പോ നൂഹ് നബിന്റെ മുതുകിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. ഇബ്രാഹിം നബി തീയിലെറിയപ്പെട്ടപ്പോ എന്നെയും ഞാൻ ആ മുതുകിലുണ്ടായിരുന്നു. ഞാനും ആ ഇബ്രാഹിം നബിയുടെ മുതുകിലൂടെ ആ തീയിലുണ്ടായിരുന്നു. ഇത് റസൂലുള്ള പറയുകയാണ്. മുജാഹിദുകൾ പറയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറ് ഇബ്രാഹിം നബിയുടെ മുതുകിലുണ്ടായിരുന്നത് കള്ളക്കഥയാണ്. എത്ര ആളുകളാണ്, എത്ര മൗലവിമാരാണ് ഇതിനു വേണ്ടി സമയം ദുരുപയോഗപ്പെടുത്തുന്നത് സഹോദരന്മാരെ. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഞാൻ അവിടെയൊക്കെ ഉണ്ടായിരുന്നു. ആദം നബിയെ സൃഷ്ടിച്ചപ്പോൾ ആദം നബിയിൽ നിന്ന് നൂഹ് നബിയിലേക്ക്, നൂഹ് നബിയിൽ നിന്ന് ഇബ്രാഹിം, ഇങ്ങനെ പ്രവാചകന്മാരിലൂടെ ഞാൻ എന്നെ അല്ലാഹു എന്റെ മാതാപിതാക്കളിലേക്ക് എത്തിക്കുകയുണ്ടായി എന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, മാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുൻപിൽ വെച്ചുകൊണ്ട് ഇതേ ആശയം ബഹുമാനപ്പെട്ട ഖുറൈബ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ഒരു സന്ദർഭത്തിൽ തബൂക്കിൽ നിന്ന് മടങ്ങി വരുന്ന സന്ദർഭത്തിൽ ഞാൻ റസൂലുള്ളാഹി തങ്ങളുടെ അരികിലെത്തി. ആ സന്ദർഭത്തിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസവിധത്തിൽ ചെന്നുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ, ഇന്നി ഉരീദു, ഞാൻ ഉദ്ദേശിക്കുന്നു തങ്ങളെ ഒന്ന് മദഹ് ചെയ്യണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. ഒന്ന് കീർത്തനം നടത്തണം, തങ്ങളെ മഹത്വം ഒന്ന് പാടി പുകഴ്ത്താൻ എനിക്ക് താല്പര്യമുണ്ട്, ഞാൻ പാടട്ടെയോ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഖുൽ ലാ യുഖ്തിനില്ലാഹു ഖാക, അല്ലാഹുവിന്റെ വാഴക്ക് ഭംഗമൊന്നും വരുത്താതിരിക്കട്ടെ, ഇത് നന്നായി പാടൂ. റസൂലുള്ള പ്രാർത്ഥിച്ചു കൊടുക്കുകയാണ്. ആ സന്ദർഭത്തിൽ സഹോദരന്മാരെ, അബ്ബാസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് നബിയോട് സംബോധനയായി പാടുകയാണ്, പറയുകയാണ്, മിൻ ഖബലിഹാ ത്വബത ഫിൽ വിലാദി മുസ്തൗദിഇൻ ഹൈസു യുഖ്സിഫുൽ വറഖു ثم هبط البلاد لا بشر أنت ولا مضغة ولا علق. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്, നബിയെ, തങ്ങൾ സ്വർഗത്തിൽ നിന്ന്, ആദം നബി സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകുന്ന ഭൂമിയിലേക്ക് എത്തിയപ്പോ തങ്ങളും ഭൂമിയിലേക്ക് പോന്നല്ലോ നബിയെ, ഇറങ്ങിയല്ലോ. ലാ ബശറുൻ അൻത വലാ മുദ്ഗത്തുൻ വലാ അലഖു, അന്ന് തങ്ങൾ മനുഷ്യനായിട്ടില്ല, രക്തമോ അല്ലെങ്കിൽ മാംസകഷ്ടമോ ഒന്നും ആയിട്ടില്ല തങ്ങൾ. ആ അവസ്ഥയിൽ തങ്ങളും ഭൂമിയിലേക്ക് ഇറങ്ങുകയാണ് ആദം നബിയോടുകൂടെ. പിന്നെ എങ്ങനെയാണ്? തങ്ങൾ ബീജമായിരുന്നു, ബീജത്തുള്ളിയായിരുന്നു. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കപ്പലിൽ കയറിയപ്പോ തങ്ങളും കപ്പലിലായിരുന്നു. ഇങ്ങനെ വിശദമായ, അങ്ങനെ ഇബ്രാഹിം നബിയെ
ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ കുണ്ടാരത്തിൽ എറിയപ്പെട്ടപ്പോൾ തങ്ങൾ ഇബ്രാഹിം നബിയിലുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാണ് തങ്ങൾ മുൻപിൽ ഉണ്ടായിരിക്കവേ എങ്ങനെയാണ് ഇബ്രാഹിം നബി കരിയുക? ഒരിക്കലും കരിയില്ലല്ലോ. ഇതാരാ പറയുന്നത്? അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്ത് നോക്കി ഇങ്ങനെ കേൾപ്പിക്കുക, മൗലിദ് ഓതുകയാണ്, മാല ചൊല്ലുകയാണ്, കേൾപ്പി ചെല്ലുക. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ ഇതൊക്കെ ശിർക്കാണ്, ബിദ്അത്താണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ ഈ പറയുന്നത്? അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഇത് എറിഞ്ഞാ കത്തൂലാണോ? വീണാൽ കത്തൂലാനാണ്, എറിഞ്ഞാൽ കത്തൂലാനല്ല. ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. ഇട്ടാൽ കത്തൂലാനല്ല, വീണാൽ കത്തൂലാനാണ്. ഇങ്ങനെ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു. ഈ പേരോട് പറഞ്ഞു നോക്കിക്കോളി. ഇതൊക്കെ ഞങ്ങളെ ഇങ്ങളെ പഴയ പ്രസംഗങ്ങൾ തന്നെ നിങ്ങൾക്ക് മറുപടി. നിങ്ങളെ പേരോടെന്ന് പറഞ്ഞു നോക്കി. എന്നില്ല, അത് പൊട്ടത്തരമാണ്. കാരണം അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് വഅന്നഹു ഇദാ ബഖയ ശൈഉൻ മിൻ ശഅരിഹി ഫിന്നാരി ലാ യഹ്തരി എന്നുള്ളതിൽ പെടും എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഅർ മുബാറക്കിൽ എന്നതും. ഇനി അടുത്തത് കേട്ടോ, കരിയലുമായി ബന്ധപ്പെട്ട് പറയുന്നത് വഅന്നഹു ഇദാ ബഖയ ശൈഉൻ മിൻ ശഅരിഹി ഫിന്നാരി ലാ യഹ്തരികു. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി കത്തിച്ചാൽ കത്തൂല, അങ്ങനെ ആ കിതാബിൽ പറഞ്ഞിട്ടില്ല. അതിൽ പറഞ്ഞത് വഅന്നഹു ഇദാ ബഖയ ശൈഉൻ മിൻ ശഅരിഹി ഫിന്നാരി, തീയിൽ നബിതങ്ങളുടെ ഒരു മുടി വീണാൽ ലാ യഹ്തരികു, കരിയൂല. തീയിലിട്ടാ കരിയൂല എന്നല്ല, എറിഞ്ഞാ കരിയൂല എന്നല്ല, കത്തിച്ചാ കരിയൂല എന്നല്ല, വീണാൽ കരിയൂല. അതേതുപോലെ ഹദീസിൽ നിങ്ങൾക്ക് കാണാം ലൗ കുതിബൽ ഖുർആൻ ഫീ ഇഹാബിൻ സുമ്മ ഉൽഖിയ ഫിന്നാരി മഹ്തറഖ. അതൊരു ഹദീസാണ്. ഖുർആൻ ഒരു തോലിൽ എഴുതിയിട്ട് തീയിൽ ഇടപെട്ടാൽ മഹ്തറഖ, അത് കരിയൂല. എന്നാ പിന്നെ ഒരാൾ പറയാണ് ഇത് ഖുർആനാണോ എന്നൊന്ന് പരിശോധിക്കാം. ഒരു തോലിലേക്ക് നമ്മളും തീയിലിട്ട് വെക്കുക. കരിയുന്നില്ലെങ്കിൽ ഖുർആനാണ്, കരിയുന്നുണ്ടെ ഖുർആനല്ല. എന്താണ് ഈ പറഞ്ഞത്? ഞാൻ ഈ ഇബാറത്ത് ഒന്ന് വായിച്ചത് കേട്ടോ. ഏത് സീറത്തുൽ ഹലബിയിലാണ് മൂപ്പര് വായിച്ചത്. എന്തായുള്ളത്? വഅന്നഹു ഇദാ വഖാ ശൈഉൻ മിൻ ശഅരിഹി ഫിന്നാരി ലാ യഹ്തരി. എന്താ പറഞ്ഞ്? അല്ലാഹുവിന്റെ റസൂലിന്റെ ശഅർ മുബാറക്കിൽ നിന്ന് എന്തെങ്കിലും ഒരു വസ്തു വീണാൽ, മൂപ്പര് അർത്ഥം വെച്ചതാണ്, ലാ യഹ്തരികു, കരിയുകയില്ല. അപ്പൊ മൂപ്പര് ഗവേഷണം, വീണാൽ കത്തൂല എന്നേ ഉള്ളൂ, അപ്പൊ ഇട്ടാൽ കത്തൂല എന്നില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നല്ല സെക്രട്ടറിയെയാണ് കിട്ടിയത്. സുബ്ഹാന ജല്ല ജലാലുഹു. വഖഅ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നിങ്ങൾ ആദ്യം പഠിക്കണം ഉസ്താദേ. വഖഅ എന്ന് പറഞ്ഞാൽ അല്ലേ ഇയാളെ സെക്രട്ടറി ആക്കി വെക്കണ ഏപ്പിയുടെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കാം നിങ്ങൾ. വീണാലും ഇട്ടാലും ഒക്കെ പറയാൻ പറ്റും. അഥവാ റസൂലുള്ളാഹിന്റെ ഷഅറ്, അവിടുത്തെ മുടി, അവിടുത്തെ ഷഅറ്, അത് തീയിൽ സംഭവിച്ചാൽ എങ്ങനെ സംഭവിച്ചു? ചിലപ്പോ വേറൊരാൾ ഇട്ടിട്ട് സംഭവിക്കാം, സ്വയം വീണിട്ട് സംഭവിക്കാം. എങ്ങനെ സംഭവിച്ചാലും ലാ യഹ്തരിഖു, കരിയുകയില്ല. അതാണ് അതിന്റെ മഅന. ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ, അതും ഇവരെന്നെ പറഞ്ഞിട്ടുണ്ട്. ഉസ്താദിനോട് തന്നെ ചോദിച്ചാൽ മതി. മുജാഹിദുകളോട് നമ്മൾ പറഞ്ഞു പറയുമ്പോ ഇബ്നു കസീറിന്റെ ഇബാറത്ത് നമ്മൾ വായിക്കാറുണ്ടല്ലോ. തെറ്റ് ചെയ്ത ആളുകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് പോകണം എന്ന് വായിക്കുന്ന ഇബാറത്ത് ഉസ്താദങ്ങളൊന്ന് ഒന്നുകൂടി നോക്കുക. യുർശിദു തആല അൽ ഉസാത വൽ മുദ്നിബീന ഇദാ വഖഅ മിൻഹുൽ ഖതഉ വൽ ഉസ്യാൻ. ആണോ എന്താ പറഞ്ഞത്? തെറ്റ് സംഭവിച്ചാൽ, തെറ്റ് അറിയാതെ സംഭവിച്ചാൽ, വീണുപോയാന്നല്ല. വഖഅ എന്ന് പറഞ്ഞാൽ തെറ്റ് വന്നാൽ, തെറ്റ് കരുതി കുട്ടി വന്നാലും തെറ്റ് സംഭവിച്ചു പോയാലൊക്കെ പറയാം. അങ്ങനെ വന്നാൽ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് പോകണം. ആ വഖഅ എന്നല്ലേ ഇതും. അപ്പൊ സഹോദരങ്ങളെ, ഇവിടെ ആളുകളെ വസ്വാസാക്കുകയാണ്. ഇനി അത് കൃത്യമായി പറയുന്ന പ്രസിഡന്റിനെ കൂടി എടുക്ക്, പതിനൊന്നാമത്തെടുക്ക്. നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. പറ്റിയൊരു പ്രസിഡന്റിന് മുമ്പർക്ക് കിട്ടിയിട്ടുണ്ട്. ഏകദേശം പറ്റും. അല്ലാഹുവിന്റെ റസൂലിന്റെ ശഅർ മുബാറക്ക് കരിയൂല എന്ന് പറഞ്ഞത് അത് ജീവിതകാലത്താണെന്നും ഇപ്പോൾ കരിയുന്നതിന് പ്രശ്നമില്ലെന്നും പ്രസിഡന്റ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരും പറയാണ്. ഇതിനെതിരെ ഞങ്ങൾ സമരം നടത്തിയതാണ്. ഞങ്ങളെ പുറത്താക്കാനുണ്ടായ കാരണം, പുറത്താക്കിയാൽ ഞങ്ങൾ മൂലയിലിരിക്കുമെന്നാണ് ഇവർ ധരിച്ചത്. പക്ഷേ ഇപ്പൊ ഞങ്ങൾ കൂടുതൽ സ്വതന്ത്രരായി. ഇനി ഞങ്ങളിത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ നേതാവായ ശഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി
മുത്തുനബിയെ കുറിച്ചാണ് നിങ്ങൾ പറഞ്ഞത്. റസൂലുള്ളാഹിക്ക് ചിലപ്പോൾ നേരുണ്ട്, ഇട്ടാൽ കറിയും. ആണോ, ഇട്ടാൽ കറിയില്ല എന്ന് പറഞ്ഞിട്ടില്ല. പൊട്ടത്തരം പറഞ്ഞ് മുത്തുനബിനെ എങ്ങനെ നിഷേധിക്കുക? ഇയാള് കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. ആദ്യം ഫോൺ ചെയ്ത് ചോദിച്ചപ്പോൾ ഇവര് പറഞ്ഞു, റസൂലുള്ളാഹിന്റെ തിരികേശം കരിയൂല എന്ന് പറഞ്ഞാൽ അത് ഹയാത്ത് കാലത്താണ്, ഖുർആൻ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. അങ്ങനെ ഒരു വാർത്തയാണ് ആദ്യം പറഞ്ഞത്. അത് പിന്നെ ഈ നാദാപുരത്ത് വന്നിട്ട് മൂപ്പർ ഒന്നുകൂടി വിശദീകരിച്ചു. മുഅ്ജിസത്ത് നിലനിൽക്കുമോ എന്ന വിഷയത്തിൽ മൂപ്പര് പറഞ്ഞു, അതെ, ഒരു മുഅ്ജിസത്ത് ഉണ്ടായി എന്ന് കരുതിയിട്ട് പിന്നെ ഉണ്ടാകണം എന്നില്ല എന്ന് പറഞ്ഞിട്ട് അള്ളാന്റെ റസൂലിന്റെ ഷഅർ. അപ്പൊ AP ഉസ്താദ് പറഞ്ഞിട്ടുണ്ടല്ലോ അത് കരിയൂല. അപ്പൊ അവൻ പറയാണ് അത് ബഹുമാനം പറഞ്ഞതാണ്. ബഹുമാനം പറയുമ്പോൾ അങ്ങനെയൊക്കെയാണ് പറയും, സംഗതി കരിയൊക്കെ ചെയ്യും. ഈ വിശ്വാസമുണ്ടല്ലോ, ഇതിലേക്ക് ജനങ്ങളെ കൊണ്ടുപോവുകയാണ്. അതിനെയാണ് നിങ്ങൾ ചോദ്യം ചെയ്തത്. മൂപ്പര് നാദാപുരത്ത് പറഞ്ഞ ഒരു ചെറിയ വാക്ക് കേട്ടോളൂ നിങ്ങൾ. എന്നല്ലാതെ ഉണ്ടായ ഒന്ന് ഖിയാമത്ത് വരെ നിലനിൽക്കണം എന്ന് പറഞ്ഞതിനർത്ഥമില്ല. എന്നാൽ ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞു ഞാൻ പറഞ്ഞു തമ്മിൽ എതിരുണ്ടോ? ഒരു എതിരുമില്ല. എതിരാവുന്ന പ്രശ്നവുമില്ല എന്ന് നിങ്ങൾക്ക് തോന്നാം. ആ മുടിയുടെ ബഹുമാനം ഉസ്താദ് പറഞ്ഞപ്പോ അത് കത്തുകയില്ല. അതെന്റെ ബഹുമാനമാണ് പറഞ്ഞു. ഹദീസിൽ കാണില്ലേ പരിശുദ്ധ ഖുർആനെ കുറിച്ച് കത്തുകയില്ല. അതും കൂടി ഒന്ന് വിശദീകരിക്കാൻ പറ്റി. അപ്പൊ എന്താ പറഞ്ഞ് കത്തൂല എന്ന് പറഞ്ഞ് നിലനിൽക്കണമെന്നില്ല. അത് ഉസ്താദ് പറഞ്ഞത് അതിന്റെ ബഹുമാനമാണ്. സുബ്ഹാന ജല്ല ജലാലുഹു. എന്നിട്ട് ഇപ്പൊ ഇതിനെ വിശദീകരിക്കുന്നു ചില ആളുകൾ. ഇതാ പറഞ്ഞത് അത് ഞങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം വെല്ലുവിളിക്കാൻ പറ്റിയ മോചിതത്ത് ഖുർആനേ ഉള്ളൂ എന്നാണ്. ഓ പ്രിയപ്പെട്ട ഉസ്താദവരുകളെ, മുജാഹിദിനെ പോലെ വിഷയം മാറ്റി രക്ഷപ്പെടൽ ഞങ്ങളെ മുമ്പിൽ നടക്കൂല കേട്ടോ. വിഷയത്തിന്റെ മർമ്മത്തിലാണ് നിങ്ങൾ പിടിച്ചത്. വെല്ലുവിളി എന്ത്, ഏതൊക്കെ മോചിതത്വം ഉണ്ട് വെല്ലുവിളിക്ക, അതൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. അതവിടെ ഇരിക്കട്ടെ. അതൊന്നും ഇപ്പൊ ഞങ്ങൾക്കറിയില്ല. ഇത് ഞങ്ങള് ഈ വിഷയം വന്നപ്പോ, മുഅ്ജിസത്ത് മുറിയുമെന്ന വിഷയം വന്നപ്പോ ഞങ്ങൾ നേരിട്ട് തന്നെ ചോദിച്ചു ഈ പെരുമള ഉസ്താദിനോട്, നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എല്ലാ മുഅ്ജിസത്തും മുറിയും, ഇനി ഇസ്തിഹാസ ചെയ്യാൻ പറ്റില്ലാന്നാണോ? അപ്പൊ മൂപ്പര് പറഞ്ഞു അതല്ല, ഇസ്തിഹാസൊക്കെ നിങ്ങൾ ചെയ്തോളി, വഫാത്തിന് ശേഷം കേൾക്കൂല, ഉത്തരം ചെയ്യൂല, അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ചേരയമ്പ്ര സംവാദത്തിൽ കായക്കൊടിയോട് നമ്മൾ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ടില്ല. ഉടനെ നമ്മൾ മൂപ്പരോട് ചോദിച്ചു പിന്നെന്താ നിങ്ങൾ പറഞ്ഞത്? അപ്പൊ മൂപ്പര് ഞങ്ങളോട് പറഞ്ഞൊന്നുണ്ട്, അള്ളാന്റെ റസൂലിന്റെ ജീവിതകാലത്ത് കുറെ പ്രത്യേകതകളുണ്ട്. കരിയൂല, നേരുണ്ടാവൂല, ഈച്ചയിരിക്കൂല. ഈ പറഞ്ഞതൊന്നും അവിടുത്തെ ജീവിതത്തിന് ശേഷം ഉണ്ടാകണമെന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ആണോ? അപ്പൊ അതവർ പറഞ്ഞിട്ടുണ്ട്. അത് 100% തെറ്റാണ്. റസൂലുള്ളാഹിക്ക് അല്ലാഹു ഒരു പ്രത്യേകത കൊടുത്തിട്ടുണ്ടോ അത് ഇന്നും ബാധകമാണ്. അതിനെന്താ തെളിവ്? നിങ്ങൾ വായിച്ചാൽ തന്നെ മതിയല്ലോ. അള്ളാന്റെ റസൂലിന്റെ തിരികേശത്തിൽ നിന്ന് ഒരു വസ്തു സംഭവിച്ചാൽ, സംഭവിക്കാൻ നിങ്ങൾ ഇട്ട് സംഭവിച്ചാലും കുഴപ്പമില്ല, വീട് സംഭവിച്ചാലും കുഴപ്പമില്ല, ലാ യഹ്തരിഖു, അത് കരിയുന്നതല്ല. ഇത് തെളിവ് പോരെങ്കിൽ പറഞ്ഞോ, അടുത്ത കിതാബ് ഞങ്ങൾ വായിച്ചു തരാം. 100 കണക്കിന് കിതാബ് നമ്മുടെ കയ്യിലുണ്ട്. ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, ഹബീബായ ത്വാഹ റസൂലുള്ളാഹി മുഹമ്മദുർ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂലിനെ കരിക്കാൻ പറ്റിയ ഒരു തീ ഭൂലോകത്തില്ല. നിങ്ങളെന്താ മനസ്സിലാക്കിയത്? ഇത് ആരെക്കൊണ്ടാ കളി? ഹബീബായ ത്വാഹ റസൂലുള്ളാഹി. ഇല്ല, അങ്ങനെ ഇല്ല, കരിയൂല. അപ്പൊ പിന്നെ ഇവിടെ ഇഷ്കാലാക്കിണ്ട് ഖുർആൻ എഴുതിയത് കരിയൂലെന്നുണ്ടല്ലോ, അപ്പൊ കരിയുന്നുണ്ടല്ലോ. അപ്പൊ ആളുകൾ വിശ്വാസമായല്ലോ. അതുപോലെയാണ് മുത്തുനബിയുടെ ശരീരം കരിയൂല എന്ന് പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ കരിയുന്നു വന്നേക്കാം. നാ പഠിച്ചോളൂ മുഅ്മിനീങ്ങളെ, ഖുർആൻ എഴുതിയത് കരിയൂല എന്ന് പറഞ്ഞ ഹദീസിന്റെ അർത്ഥം എന്താണെന്നറിയോ? ആ ഹദീസ് ഉദ്ധരിച്ച് മഹാനായ മുല്ല അലിയുൽ ഖാരി അവിടുത്തെ മിർഖാത്തിൽ പറയുന്നു. അതിന്റെ അർത്ഥം ശരിക്കും പഠിച്ചോളൂ. അഥവാ ഖുർആൻ ഒരാൾ ഹിഫ്ളാക്കിയാൽ, ഖുർആൻ അനുസരിച്ച് ജീവിച്ചാൽ നരകമാകുന്ന തീയിൽ അയാൾ കരിയൂല. അതതിന്റെ വേദന, അതാണ് അതിന്റെ അർത്ഥം. അതർത്ഥം അതാണ് മൂപ്പരെന്നെ അറിയാതെ പറഞ്ഞുപോയി. പേരുകൊണ്ടൊരു പ്രത്യേകത, മറുപടിയും ചോദ്യമൊക്കെ മൂപ്പരിൽ തന്നെ ഉണ്ടാവും. അതാണ് ഏറ്റവും വലിയ സുഖം. മൂപ്പരെന്ന് പറയുന്നതിന്റെ ഉദ്ദേശം അതാണ് കേട്ടോളൂ പറയുന്നത്. ഒരു ബഹുമാനമാണ്, ഒരു മഹത്വമാണത്. എന്ത്? തോലിലെഴുതിയിട്ട് തീയിലിട്ടാൽ കരിയാത്ത വിധം മഹത്വമുണ്ട്. അതുകൊണ്ട് തന്നെ അത് സൂക്ഷിച്ച് ജീവിക്കുന്നവർ നരകത്തിൽ കടക്കൂല എന്നാണ് ആ ഹദീസിന്റെ ഉദ്ദേശം. അപ്പോൾ അത് ആ ഹദീസ് കണ്ടിട്ട് നാളെ തന്നെ ഖുർആൻ എഴുതി തോലെഴുതിയിട്ട്
കത്തിച്ചാൽ കത്തുമെന്ന് വെല്ലുവിളിക്കണ്ട. കാരണം അതല്ല അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം എന്താണ്? ഖുർആൻ ഒരാൾ പഠിച്ചാൽ അയാൾ നരകത്തിൽ കടക്കുക, അതനുസരിച്ച് ജീവിച്ചാൽ ഒരു കുഴപ്പമില്ല. അങ്ങനെ തന്നെയാണ്. അപ്പൊ ഉദ്ദേശം എന്താണ്? അവിടെ നിന്നാ മതി. മുത്തുനബി കരിയില്ല എന്ന് പറഞ്ഞാൽ അതല്ല. മുത്തുനബിയെ കരിക്കാൻ പറ്റിയ ഒരു തീ അല്ല പടച്ചിട്ടില്ല. തെളിയിക്കാൻ നിങ്ങളെന്നല്ല 10,000 കുതിരശക്തിയോടെ ഈ കുറ്റ്യാടിയുടെ മണ്ണിൽ നിങ്ങൾ വെല്ലുവിളിക്കുന്നു. ഹബീബായ തങ്ങളെ ഏതെങ്കിലും ഒരു തീ കരിക്കുമെന്ന് തെളി. എന്തൊരു കഷ്ടാണ് അല്ലേ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഈ രൂപത്തിലാണ് പല വിശദീകരണങ്ങളൊക്കെ. ഇവര് ഓരോ സമയത്തും ഓരോന്നങ്ങനെ പറയണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇയാൾ പറഞ്ഞു ഇട്ടാ കത്തൂല, മറ്റേ ആൾ പറഞ്ഞു വീണാ കരിയില്ലാന്നുള്ളൂ, ഇട്ടാ കത്തുന്നാണ്. മറ്റേ ആൾ പറഞ്ഞു വീണാലും ഇട്ടാലും കത്തും. ഏപ്പിയോ വീണാലും ഇട്ടാലും കരിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരത്തിൽ വീണാലും ഇട്ടാലും കരിയില്ല. പിന്നെ പേരോട് വീണാൽ കരിയും ഇട്ടാ കരിയില്ല. പൊന്മള വീണാലും ഇട്ടാലും കരിയും അല്ലേ? AP അബൂബക്കർ മുസ്ലിയാർ പറയുന്നത് നമ്മൾ വളരെ വ്യക്തമായി കേട്ടല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവേഷം അത് വീണാലും കരിയില്ല, ഇട്ടാലും കരിയില്ല. എത്രയോ പ്രാവശ്യം AP അബൂബക്കർ മുസ്ലിയാർ ഇതേ വിഷയം തന്നെ സംസാരിക്കുന്നത് നമ്മൾ എത്രയോ പ്രാവശ്യം കേട്ടതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവേഷം കരിയുക തന്നെ ഇല്ല. അത് ഇട്ടാലും കരിയില്ല, വീണാലും കരിയില്ല. അതിന് എത്രയോ തെളിവുകൾ മൂപ്പര് പറയുന്നുണ്ട്. ഇനി അത് കത്തിച്ചു നോക്കി റസൂലുള്ളാഹിന്റെ ശരീരവും റസൂലുള്ളാഹിന്റെ ശഅറും കത്തിച്ചാൽ കത്തുകയില്ല എന്നാൽ ഇത് ഇനി അത് കത്തിച്ചു നോക്കി റസൂലുള്ളാഹിന്റെ ശരീരവും റസൂലുള്ളാഹിന്റെ ശഅറും കത്തിച്ചാൽ കത്തുകയില്ല. അല്ലേ? കത്തിച്ചാൽ കത്തുകയില്ല, അത് തീർച്ചയാണ്. അത് ഒരു സംശയവും ആ കാര്യത്തിലില്ല. കാരണം അത് കത്തിച്ചിട്ട് മുമ്പ് കത്തിച്ചിട്ടൊന്നും കത്തിയിട്ടില്ല. അപ്പൊ അത് കത്തിച്ചാൽ കത്തുകയില്ല എന്ന കാര്യം തീർച്ചയാണ്. തീരെ കത്തൂല, അത് ഇട്ടാലും കത്തൂല. തീ കൊണ്ട് എങ്ങനെ ചെയ്താലും കത്തൂല നേപ്പി. എന്നാൽ വീണാൽ കത്തുകയില്ല, ഇട്ടാൽ കത്തുമെന്ന് പേരോട്. വീണാലും ഇട്ടാലും കത്തിച്ചാലും കത്തുമെന്ന് പൊന്മള. ഇത് എന്താ നിങ്ങൾക്ക് മനസ്സിലായി? അദ്ദേഹം പറയുന്നു എന്റെ വ്യക്തിപരമായ പരിശോധനയിൽ അദ്ദേഹം പറയുന്നു ശഅർ മുബാറക്ക് ചിലപ്പോൾ 1.7, 2.8 അതൊക്കെ കൂടി ഇപ്പൊ നീളുന്ന കാര്യം ഇപ്പൊ മോചിത തന്നെ അല്ലാതെ പിന്നെ നിങ്ങൾ കൂടി വെല്ലുവിളിക്കുന്നുണ്ട്. നിങ്ങൾ വെച്ച് നോക്കൂ, ഒരേപോലെ വെച്ച ശഅർ മുബാറക് പിന്നീട് എടുത്ത് കുറെ മാസങ്ങൾ കഴിഞ്ഞ് നോക്കിയാൽ ഒന്ന് മറ്റേതിനേക്കാൾ വളർന്നതായി കാണാം. അത് അനുഭവമാണ്. ഇപ്പൊ 5-6 കൊല്ലായാലോ ഇപ്പൊ എത്ര വളർന്നിട്ടുണ്ടാവും? അദ്ദേഹം വെല്ലുവിളിച്ച് പറയുന്നു. അദ്ദേഹം പറയുന്നു എന്റെ വീട്ടിലുള്ള ശഅർ മുബാറക്കിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നു. ഈ അദ്ദേഹം ആരാണെന്നോ? ഹസ്രജിനെ കുറിച്ചിട്ടാ പറയണത്. ഇതിന്റെ തുടക്കം മുതലേ ഹസ്രജിനെ കുറിച്ച് ഇങ്ങനെ പറയാണ്. പിന്നെ പറയുമ്പോ അദ്ദേഹം എന്ന് പറയും. ഞാൻ ഈ ശഅർ മുബാറക് അതാ ചിലപ്പോൾ ഖജാനയിൽ സൂക്ഷിച്ച ഒരു അല്പം 1-2 ശഅർ മുബാറക് പിന്നീട് അത് തുറക്കുമ്പോൾ അത് 3-4 ഞാൻ കണ്ടിട്ടുണ്ട്. ജവാഹിറുൽ ബിഹാറിൽ പറയുന്നുണ്ട് അങ്ങനെ സംഭവിക്കുമെന്ന്. അത് 3-4 എന്നിട്ട് അദ്ദേഹം പറയുന്നു ഞാൻ എന്നിട്ട് പരിശോധിക്കും. തീ കത്തിച്ചിട്ട് എന്റെ ഒരു മുടിയെടുത്തിട്ട് ഞാൻ തീയിലേക്ക് കാണിക്കും, അത് കരിയും. എന്നിട്ട് പിന്നെ ഈ 3 ഒന്ന് വെച്ചിട്ട് കൂടുതൽ കണ്ട ഈ ഷാറ് ഓരോന്നെടുത്ത് തീയിൽ കാണിക്കും, ഒരു കരിയിലും സംഭവിക്കുന്നില്ല. അപ്പോൾ അത് റസൂലുള്ളാഹിന്റെ ഒരു ഷാറിൽ നിന്നുണ്ടായ മറ്റ് ഷാറുകളാണെന്ന് മനസ്സിലാക്കാം. അങ്ങനെ ഞാൻ എത്രയോ പരിശോധിച്ച അനുഭവം എനിക്കും. അവിടെ നിൽക്കി സിയൊക്കെ അവിടെ നിൽക്കും. അങ്ങനെ എത്രയോ അനുഭവം മൂപ്പർക്കുണ്ട്. ഈ മണ്ണ് തിന്നോ പറയട്ടെ. സഹാബിയിൽ നിന്നാണ് പിന്തലമുറക്കാരായ ഹസ്രജി കുടുംബം സ്വീകരിച്ചത്. ബഹുമാനപ്പെട്ട മൻസൂർ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞതായി കാണാം.
ഖസ്റജി കുടുംബത്തിന്റെ അടുക്കലാണ്. ഇത് വളരെ സുസ്ഥിരമായി സ്ഥിരീകരിക്കപ്പെട്ടതായി ലോകത്ത് അറിയപ്പെടുന്ന പ്രധാനപ്പെട്ടതിൽ ഒന്ന് എന്ന് ആ ഖസ്റജി കുടുംബം ആദരവോടുകൂടെ സൂക്ഷിച്ചു. ഇത്ര കാലം ഒരു മുടി നിൽക്കുമോ എന്നാണ് ചിന്തയെങ്കിൽ മണ്ണിൽ വെച്ചാൽ പോലും ഓർക്കുകയില്ല. അവിടെ അതെ, മണ്ണിൽ വെച്ചാൽ പോലും പോറലേൽക്കൂല. ഇതൊക്കെ ഇവരെന്നെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ഇത്ര കാലം ഈ തിരുകേശം ഇവിടെ നിലനിൽക്കണു, അത് മണ്ണിൽ വെച്ചാൽ പോലും അതിന് പോറലേൽക്കൂല, ഒരു നിലക്കും അത് നശിച്ചു പോകൂല. ഇതൊക്കെ ഇവർ തെളിവ് പറഞ്ഞതാണ്. ഇപ്പൊ എന്തേ പിന്നെ സംഭവിച്ചത്? എന്തേ ഇപ്പൊ സംഭവിച്ചത്? ടോർച്ചടിച്ചു നോക്കിയവ നേരെ കണ്ടുക്കണോ?